വെറും ഒരു ഇന്റർവ്യൂ അല്ല, ഒരു ശരീരത്തെക്കാൾ മനസ്സിനെ ശക്തമാക്കുന്ന യാത്രയുടെ കഥയാണ്. തിരുവല്ലയിൽ നിന്നുയർന്ന് ശാസനയെയും ശക്തിയെയും ജീവിതശൈലിയിലേക്ക് മാറ്റിയവരാണ്. ശരീരം പരിശീലിപ്പിക്കുന്നതിൽ ഒതുങ്ങാതെ ആത്മവിശ്വാസവും മാനസിക കരുത്തും പകർന്നു നൽകുന്ന ഒരു യഥാർത്ഥ മാർഷൽ ആർട്ടിസ്റ്റ്. ഇന്നത്തെ നമ്മുടെ അതിഥി രതീഷ് താപ്പ എന്നറിയപ്പെടുന്ന രതീഷ് കുമാർ. ആദ്യം മനസ്സിലോട്ട് വരുന്നത് അടിപിടി. ഇനി നീ ഒന്നുകൂടെ സംസാരിച്ച ഭയം ഇവിടെ ഇല്ലാതാകുന്നുണ്ട്. എന്റെ പോക്കറ്റിൽ എത്ര രൂപയുണ്ടോ അത്രയും രൂപയ്ക്ക് ഞാൻ അവർക്കും മദ്യം മേടിച്ചു കൊടുക്കും, ഞാനും മദ്യം. സ്ത്രീകൾക്ക് നേരെ ഉണ്ടാകുന്ന അതിക്രമങ്ങൾ ആദ്യം മാറ്റേണ്ടത് നിന്റെ ഈ സ്വഭാവമാണ്. അവർക്ക് കിട്ടുന്ന ഒരു ശക്തി എന്താണ് ശരിക്കും ഇതിൽ നിന്ന്? ഈ ആരതി എന്ന് പറയുന്ന ആളുടെ കയ്യിൽ കയറിയിട്ട് ഇയാൾ പിടിക്കുന്ന ഒരവസ്ഥയുണ്ട്. ഈ മാർഷൽ ആർട്സിന്റെ ശരിക്കുമുള്ളൊരു അർത്ഥം എന്താണ്? എനിക്ക് കുറെ നാളുടെ നല്ലൊരു ചോദ്യം കേട്ടോ. കുറെ നാളായിട്ട് ആരോടെങ്കിലും ഇത് പറയണമെന്നുണ്ടായിരുന്നു. ലൈഫ് തന്നെ ചേഞ്ച് ആയി പോയ ഏതെങ്കിലും ഒരു സ്റ്റുഡന്റ് ഉണ്ടോ? ഈ കമ്പെടുത്ത് അടിക്കാൻ നിങ്ങൾക്കൊരു മെന്റാലിറ്റി ഉണ്ട്. കിയോകുഷിൻ കരാട്ട, മുയ് തായ്, കിക്ക് ബോക്സിംഗ്, ബ്രൂസിലിയെ പോലെ അടിക്കാൻ പറ്റൂ, ജാക്കി ചാനെ പോലെ അടിക്കാൻ പറ്റൂ. എന്താണ് അതിന്റെ ഒരു യഥാർത്ഥ സത്യം? ഇപ്പോൾ ആളെൻ്റെ വീട്ടിലുണ്ട്, എൻ്റെ വൈഫാണ്. നമസ്കാരം മാഷേ. നമസ്കാരം മാഷ. ആദ്യം തന്നെ ഈ മാർഷൽ ആർട്സ് മാഷിന്റെ ജീവിത മാർഗമായി മാറാനുള്ള ഒരു കാരണം അല്ലെങ്കിൽ അതിന്റെ ഒരു പ്രചോദനം എന്തായിരുന്നു? മാർഷൽ ആർട്സ് സത്യത്തിൽ ജീവിതമാർഗമാകും എന്ന് വിചാരിച്ചിട്ട് മാർഷൽ ആർട്സിൽ വന്നിട്ടുള്ള ഒരാളൊന്നുമല്ല ഞാൻ 9ാം ക്ലാസ്സിൻ്റെ വലിയ അവധിക്ക് 10ാം ക്ലാസ്സിലോട്ട് കയറുന്നതിന് മുമ്പേ ആ ടൈമിൽ ആണ് മാർഷൽ ആർട്സിൽ ഇപ്പോൾ നിൽക്കുന്ന മാർഷൽ ആർട്സ് ജോയിൻ ചെയ്യുന്നത്. അതിന് മുമ്പൊക്കെ ഞാനൊരു 2-3 ക്ലാസ്സുകളിൽ പോയിട്ടുണ്ട്. കുൻഫുവിൻ്റെ അങ്ങനെ പോയിട്ടുണ്ട്, 1-2 ദിവസം പോയി. പക്ഷേ എനിക്ക് അത് അത്ര അങ്ങോട്ട് ഇഷ്ടപ്പെട്ടില്ല. ഇപ്പം എൻ്റെ ഒരു ഫ്രണ്ടുണ്ട്, മാരിദാസ് എന്നാണ് അദ്ദേഹത്തിൻ്റെ പേര്, തമിഴ്നാട്ടുകാരനാണ്. അയാൾ ഈ തിരുവല്ലയിൽ കൂടി ആ സമയത്ത് പോയ സമയത്ത് ഇവിടെ ഒരു ബോർഡ് കണ്ടു, ക്യോകുഷിൻ കരാട്ടെ പഠിപ്പിക്കുന്നു എന്ന് പറഞ്ഞിട്ടൊരു ബോർഡ് കണ്ടു. അന്ന് തിരുവല്ലയിൽ സെൻറ്റ് ജോൺസിലാണ് ഇത് പഠിപ്പിച്ചുകൊണ്ടിരുന്നത്. അപ്പം എന്നോട് പറഞ്ഞു ഇങ്ങനെ ഒരു സംഭവം കണ്ട് നമുക്ക് പോയി നോക്കിയാലോ എന്ന് ചോദിച്ചു. അപ്പോൾ ഞാനും അയാളും കൂടിയാണ് പോകുന്നത്. അവിടെ വെച്ചാണ് ഞാൻ എൻ്റെ ആശാനെ പരിചയപ്പെടുന്നത്, സെൻസൈ ജോയ്സ് വർഗീസ്. അപ്പോൾ അയാളെക്കുറിച്ച് പറയുകയാണെങ്കിൽ നല്ല ബൈസപ്സും നമുക്ക് സിനിമയിലൊക്കെ കാണുന്ന വില്ലന്മാരെ പോലെ ഇരിക്കുന്നൊരു ആൾ. നമ്മൾ കൊച്ചിലെ അങ്ങനെയാണല്ലോ, ഒരാളെ കാണുമ്പോൾ അയാളുടെ ഒരു പേഴ്സണാലിറ്റിയും അയാളുടെ ഒരു ബോഡി ലാംഗ്വേജ് കണ്ടു കഴിഞ്ഞാൽ പെട്ടെന്ന് ഇഷ്ടപ്പെടും. പക്ഷേ അയാളുടെ ട്രെയിനിങ് അങ്ങോട്ട് തുടങ്ങിയപ്പോൾ എനിക്കൊരു കാര്യം മനസ്സിലായി, ഇത് എന്നെ കൊണ്ട് പറ്റുമെന്ന് തോന്നുന്നില്ല എന്ന് മനസ്സിലായി. എന്നെ കൊണ്ട് ചെയ്യിപ്പിച്ചല്ല, അവരുടെ ക്ലാസ്സിൽ എടുക്കുന്ന ട്രെയിനിങ്. കാര്യം ഞാനൊരു ബിഗിനർ ആയതുകൊണ്ട് എന്നെ അത്രയും ചെയ്യിപ്പിച്ചില്ല. എങ്കിൽ പോലും അവരുടെ ആ ക്ലാസ് കണ്ട് അതിൽ അറ്റൻഡ് ചെയ്തപ്പോൾ എനിക്ക് കുറച്ച് എന്തൊക്കെയോ ഒരു പോസിറ്റീവ് തോന്നി. എന്താണെന്നും അറിഞ്ഞുകൂടാ, ഇത് എന്ത് കരാട്ടയാണെന്നും ഒന്നും അറിഞ്ഞുകൂടാ. പക്ഷേ ഇത് ബാക്കിയുള്ള സംഭവത്തിനേക്കാൾ എന്തോ വ്യത്യാസം എനിക്ക് ഫീലായി. അപ്പോൾ എനിക്ക് തോന്നി ഇത് കൊള്ളാം എന്ന് തോന്നി. അങ്ങനെ ഞാനത് സ്റ്റാർട്ടായി. പിന്നെ അദ്ദേഹത്തിൻ്റെ കൂട്ടത്തിൽ, ജോയ്സ് മാഷിൻ്റെ കൂട്ടത്തിൽ കുറേ നാൾ ട്രെയിൻ ചെയ്തു. ട്രെയിനിങ് എല്ലാം ചെയ്ത് ഡിഗ്രി പഠനം എല്ലാം കഴിഞ്ഞു. ഡിഗ്രി പഠനം എല്ലാം കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ വീണ്ടും ഞാനിത് എൻ്റെ പ്രൊഫഷൻ ആക്കണമെന്നൊന്നും വിചാരിച്ചില്ല. ഇതിപ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ട്രെയിൻ ചെയ്യാൻ, വല്ല ഫൈറ്റർ ആവണം എന്നുള്ളൊരു ആഗ്രഹമുണ്ട്. അതായത് ഇത് ക്ലാസ് എടുക്കണമെന്നൊന്നും വിചാരിക്കുന്നില്ല. അങ്ങനെ ഡിഗ്രി കഴിഞ്ഞ സമയത്ത് എനിക്ക് ജോലി കിട്ടി. മെഡിക്കൽ റെപ്പായിട്ട് ഞാൻ ജോലി ചെയ്തു തുടങ്ങി. ആ സമയത്ത് എൻ്റെ മാഷ് അബുദാബി ബേസ്ഡ് ആയിട്ട് ഏഷ്യൻ മാർഷൽ ആർട്സ് സെൻറ്റർ എന്ന് പറഞ്ഞ, ഏഷ്യൻ കരാട്ടെ സെൻറ്റർ എന്ന് പറഞ്ഞൊരു സെൻറ്ററിലേക്ക് ജോലി കിട്ടി. അവിടെ ക്യോകുഷിൻ പഠിപ്പിക്കാൻ വേണ്ടി പോയി. ആ സമയത്ത് ഞാനിവിടെ ജോലിയൊക്കെ ചെയ്ത് ട്രെയിനിങ് ഒക്കെ ചെയ്ത് ഇങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അവിടെ ഒരു വേക്കൻസി വന്നു, ഒരു മാർഷൽ ആർട്സ് ഇൻസ്ട്രക്ടറിൻ്റെ വേക്കൻസി വന്നു. ആ വേക്കൻസി വന്നപ്പോൾ എന്നോട് മാഷ് പറഞ്ഞടാ, ഇങ്ങനൊരു വേക്കൻസി ഇവിടെ വന്നിട്ടുണ്ട്, അപ്പോൾ ഇവിടെ നാട്ടിലൊരു സെലക്ഷൻ ഇതുണ്ടാവും, അപ്പോൾ അതിൽ നീ ഒന്ന് പോയി അറ്റൻഡ് ചെയ്യുക, അവർക്ക് ഇഷ്ടപ്പെട്ടാൽ ചിലപ്പോൾ നിനക്ക് ഇവിടെ ജോലി കിട്ടുമെന്ന് പറഞ്ഞു. അപ്പോൾ ചുമ്മാ പോയി കേട്ട് സാധ്യത കുറവാണ്, നീ ഒന്ന് ട്രൈ ചെയ്യാൻ പറ്റും. ഞാൻ അങ്ങനെ മാഷ് പറഞ്ഞതനുസരിച്ചിട്ട് നേരെ അവിടെ ചെന്നു. അവർക്ക് എൻ്റെ പെർഫോമൻസിലൊക്കെ ഇത്തിരി സംതൃപ്തരാണെന്ന് തോന്നുന്നു. അവരെന്നോട് പറഞ്ഞു ഓക്കെ, പോകാനുള്ള പരിപാടി നോക്കിക്കോളാൻ പറഞ്ഞു. അങ്ങോട്ടേക്ക് UAE പോകാനുള്ള പരിപാടി നോക്കിയേക്കാൻ പറഞ്ഞു. പക്ഷേ എൻ്റെ ഏജ് എന്ന് പറയുന്ന വളരെ ചെറിയ പ്രായമായതുകൊണ്ട്, ഡിഗ്രി ഒക്കെ കഴിഞ്ഞ് നിന്ന് ജോലിക്ക് കയറിയ സമയം ചെറിയ പ്രായമായതുകൊണ്ട്, പിന്നെ അവിടെ ആ സെൻറ്ററിൽ ഞാൻ പഠിപ്പിക്കാൻ പോയ സെൻറ്ററിൽ ആ ടൈമിലുണ്ടായിരുന്നത് നല്ല സീനിയേഴ്സിൻ്റെ ഒരു ബാച്ചുണ്ട്. അതായത് ഈ മൗറീഷ്യസുകാരായിട്ടുള്ള ആളുകൾ, അതുപോലെ തന്നെ മൊറോക്കക്കാർ, GCCയിൽ പല സ്ഥലങ്ങളിലായിട്ടുള്ള അഡൽസ്, പലതിലും എക്സ്പീരിയൻസ് ഉള്ള ആളുകൾ, പലതും പഠിച്ചിട്ട് ക്യോകുഷിൻ പഠിക്കാൻ വേണ്ടി വന്ന ആളുകളൊക്കെയാണ്. അപ്പോൾ ചിലർ ബ്ലാക്ക് ബെൽറ്റുകളായിട്ടുള്ള ആളുകൾ തന്നെ അവിടെ ട്രെയിൻ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഈ ഒരു ചെറിയ പയ്യന്, എനിക്കാണെങ്കിൽ 62 കിലോയാണെന്നുള്ളൂ. അപ്പോൾ അവിടെ പ്രാക്ടീസ് ചെയ്യുന്ന അഡൽ സെഷനിൽ സീനിയേഴ്സ് ആയിട്ടുള്ള ആളുകൾക്ക് 110 കിലോയും 90 കിലോയും 95 കിലോയും നമുക്കറിയാമല്ലോ. വെളിയിലുള്ള അവരുടെ ജീൻ്റെ ക്വാളിറ്റി വെച്ചിട്ട് അവർ ഭയങ്കര
നല്ല ആരോഗ്യമുള്ള കുറേ ആളുകളെയാണ് അവിടെ ട്രെയിൻ ചെയ്യിപ്പിക്കാൻ പോകേണ്ടത്. അപ്പോൾ അവർക്ക് ഡൗട്ട്, ഈ 62 കിലോ ഉള്ളവൻ ഈ 110 കിലോ ഉള്ളവനോട് ഫൈറ്റ് ചെയ്യുമ്പോൾ സർവൈവ് ചെയ്യുമോ, ഇങ്ങനെയൊക്കെയുള്ളൊരു ഡൗട്ടാണ് അവർക്ക്. അപ്പോൾ അതുകൊണ്ട് അവർ പറഞ്ഞു ഒരു കാര്യം ചെയ്യും, മാഷിനോട് ചോദിച്ചാൽ മാഷ് പറഞ്ഞു നിങ്ങൾ എന്തായാലും അവിടെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാൻ പറഞ്ഞു. അപ്പോൾ അവരെനിക്കൊരു വിസിറ്റിംഗ് വിസ എടുത്തു തന്നു. ടിക്കറ്റൊക്കെ നമ്മൾ എടുക്കേണ്ടി വന്നു. അമ്മയുടെ മാലയൊക്കെ പണയം വെച്ച് ഞാൻ ഇവിടുന്ന് നേരെ അബുദാബിക്ക് വണ്ടി കയറി. അവിടെ ചെന്ന് 1 മാസത്തെ വിസയായിരുന്നു ഉണ്ടായിരുന്നത്. അവിടെ ചെന്ന് കുട്ടികളുടെയൊക്കെ ചെറിയ ക്ലാസ്സുകളൊക്കെ എടുത്തു തുടങ്ങി. സീനിയേഴ്സിൻ്റെ ക്ലാസ് എടുക്കാൻ അവർ എടുക്കണ്ടെന്ന് പറഞ്ഞു. പകരം സീനിയേഴ്സിൻ്റെ കൂട്ടത്തിൽ അവർ ക്ലാസ് എടുക്കുമ്പോൾ ട്രെയിൻ ചെയ്താൽ മതി. അങ്ങനെ ട്രെയിൻ ചെയ്തു. സ്പാറിങ് സെഷനിലൊക്കെ വന്ന് എനിക്ക് ഇഞ്ചുറിയൊക്കെ പറ്റി. ഒരു 2-3 ഫൈറ്റൊക്കെ കഴിഞ്ഞപ്പോഴത്തേക്കിനും എൻ്റെ ഈ ചെറിയ വിരലിനൊരു ചെറിയ ഇഞ്ചുറിയൊക്കെ ആയി. അവിടെ എനിക്ക് ഇൻഷുറൻസ് കാർഡ് ഇല്ലാത്തത് കൊണ്ട് എനിക്ക് ഹോസ്പിറ്റലിൽ പോകാൻ പറ്റിയില്ല. കാര്യം ഇൻഷുറൻസ് കാർഡ് ഇല്ലെങ്കിൽ ഒത്തിരി പൈസയാവുമല്ലോ അവിടെ ഹോസ്പിറ്റലിൽ പോകണമെങ്കിൽ. ഇപ്പം ഞാൻ എന്താ ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ 2-3 ദിവസം റെസ്റ്റ് എടുക്കാൻ തീരുമാനിച്ചു. 2-3 ദിവസം റെസ്റ്റൊക്കെ എടുത്ത് കഴിഞ്ഞപ്പോഴത്തേക്കിനും അവിടുത്തെ ആളുകൾ, ആ കമ്പനിയുടെ ആളുകൾ എന്നോട് പറഞ്ഞു, കൂടെ 1 മാസത്തെ വിസയുള്ളൂ, നിൻ്റെ കൈക്ക് വേദനയാണെന്ന് പറഞ്ഞ് നീ ഇരുന്നാൽ നിനക്ക് തിരിച്ച് പോകേണ്ടി വരും. അപ്പോൾ നീ എന്താണെന്ന് ഇവിടെ നിന്നെ കാണിച്ചു തന്നാൽ മാത്രമേ നിനക്ക് ഇവിടെ ജോലി കിട്ടൂ എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ ആലോചിച്ചപ്പോൾ തിരിച്ചു പോയിട്ട് എനിക്ക് ചെയ്യാനൊന്നുമില്ല. അന്ന് സ്വന്തമായിട്ട് വീടില്ല, ഒന്നുമില്ല. എന്താ പറയുക, ഒത്തിരി കടങ്ങളുണ്ട്. അപ്പോൾ എല്ലാ കാര്യങ്ങളും ഒന്നും എങ്ങും ആയിട്ടുമില്ല, ഞാനും ഒന്നും ആയിട്ടില്ല. അപ്പം ഞാൻ ചിന്തിച്ചു കുഴപ്പമില്ല, എന്താ ഒരു റൗണ്ട് ഒന്ന് ട്രൈ ചെയ്ത് നോക്കാമെന്ന് വിചാരിച്ചു. കൈയുടെ വേദനയൊക്കെ മറന്നു. ബാൻഡൊക്കെ കെട്ടിയിട്ട് അടുത്ത ദിവസങ്ങളിലുള്ള ഫൈറ്റിൽ അറ്റൻഡ് ചെയ്തു. അങ്ങനെ അറ്റൻഡ് ചെയ്ത് അവർക്ക് എന്നെ ഇഷ്ടപ്പെട്ടു. അത്യാവശ്യം നന്നായിട്ട് പെർഫോം ചെയ്തു. അവർക്ക് എന്നെ ഇഷ്ടപ്പെട്ടു. അങ്ങനെ അവരവിടെ എനിക്ക് വിസ അടിച്ച് തന്നു. വിസ അടിച്ച് പിന്നീട് അങ്ങനെയാണ് ഞാൻ ശരിക്കും ഇതെൻ്റെ പ്രൊഫഷനായിട്ട് മാറിയത്, അതായത് ഒരു ജോലിയായിട്ട് മാറിയത്. അതുവരെ എനിക്കൊരു ഫൈറ്റർ ആവണം എന്നത് മാത്രമേ ഉള്ളായിരുന്നു. പിന്നീടാണ് എനിക്കതൊരു ജോലിയായിട്ട് മാറിയത്. പിന്നീട് അവിടെ ഒരു 5-8 കൊല്ലം ഞാൻ വർക്ക് ചെയ്തു. അതോടൊപ്പം തന്നെ ഫൈറ്റ് ചെയ്തു. UAE തന്നെ 2 പ്രാവശ്യം ഞാൻ ചാമ്പ്യൻഷിപ്പ് അടിച്ചു, ചാമ്പ്യനായി UAE. അത് പിന്നെ 2017 റഷ്യയിൽ നടന്ന വേൾഡ് ടൂർണമെൻറ്റ് അറ്റൻഡ് ചെയ്തു. ഇന്ത്യക്കാരനായിട്ടുള്ള ഞാൻ UAEക്ക് വേണ്ടിയിട്ടാണ് റഷ്യ നടന്ന വേൾഡ് ടൂർണമെൻറ്റ് അടിച്ചത്. അങ്ങനെ ഒരു ഭാഗ്യമുണ്ടായി. പിന്നീട് പല ടൂർണമെൻറ്റുകളും അടിച്ചിട്ടുണ്ട്. പലതിൽ ജയിച്ചു, പലതിൽ തോറ്റു. പിന്നെ ഇപ്പോൾ 2024 FKKയുടെ ഒരു നാഷണൽ ടൂർണമെൻ്റ് അടിച്ചു. അതിലും ചാമ്പ്യനായി എൻ്റെ കാറ്റഗറിയിൽ. അങ്ങനെയൊക്കെയുള്ള കുറച്ച് നേട്ടങ്ങളും കൈവരിക്കാൻ സാധിച്ചു. പക്ഷേ കിയോകുഷിൻ കരാട്ട, മുയത്തായ്, കിക്ക് ബോക്സിംഗ് ഇത് 3 വ്യത്യസ്ത ഡിസിപ്ലിനുകളാണ്. ഈ വഴിയിലൂടെ പോകാനുള്ളൊരു തീരുമാനം എന്തായിരുന്നു? ക്യോകുഷിന്, കിക്ക് ബോക്സിങ്, മുയത്തായ് ഇത് 3ഉം ഒരു ഫുൾ കോണ്ടാക്റ്റ് മാർഷൽ ആർട്സ് ഇനമാണ്. ഇപ്പോൾ നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ മാർഷൽ ആർട്സിനെ നമുക്ക് വേണമെങ്കിൽ ഒരു 3ആയിട്ട് തിരിക്കും. ഇതെല്ലാം എൻ്റെ പേഴ്സണൽ കൺസെപ്റ്റാണ് കേട്ടോ. വേറൊരാൾക്ക് ചിലപ്പോൾ വേറൊരു വ്യത്യസ്ത അഭിപ്രായം ഉണ്ടാകും. എൻ്റെ ഒരു ഇതിൽ 3ആയിട്ട് നമുക്ക് വേണമെങ്കിൽ ഈ മാർഷൽ ആർട്സുകളെ തിരിക്കാം. സാധാരണക്കാർക്ക് അറിയുന്ന രീതിയിലാണെങ്കിൽ അതിനെ സെമി കോണ്ടാക്റ്റ്, ഫുൾ കോണ്ടാക്റ്റ്, തൈക്കോണ്ടോ എന്ന് പറയാം. അപ്പോൾ സെമി കോണ്ടാക്റ്റ് എന്ന് പറയുന്നത് കരാട്ടയുടെ കാര്യമാണ് ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. സെമി കോണ്ടാക്റ്റ് എന്ന് പറയുന്നത് നമുക്ക് ടച്ച് ആൻഡ് പുൾ ബാക്ക് എന്ന് പറയും. അത് ഒരു റിയൽ ഫൈറ്റ് അല്ല. അത് 2 പേര് തമ്മിൽ ഫൈറ്റ് ചെയ്യുമ്പോൾ ഒന്ന് ടച്ച് ചെയ്തിട്ട് പുൾ ബാക്ക് ചെയ്യുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ. സ്പോർട്സ് മോഡൽ വരും. അതൊരു എന്താ പറയുന്നത്, ഒരാൾ ഫൈറ്റ് ചെയ്യുന്ന സമയത്ത് മറ്റേ ആളെ എന്താ പറയുക ഒന്ന് ഹേർട്ട് ചെയ്ത് ഒന്ന് വേദനിപ്പിച്ചാൽ ഈ വേദനിപ്പിക്കുന്ന ആൾ ചിലപ്പോൾ ഫൗളായിട്ട് മാറും. അപ്പോൾ അങ്ങനെ ഒരു ഇനമുണ്ട്. അതാണ് ഈ സെമി കോണ്ടാക്റ്റ് എന്ന് പറയുന്നത്. സെമി കോണ്ടാക്റ്റ് ആണ്. അപ്പോൾ അതിൽ നമുക്ക് റിയലായിട്ട് നമുക്ക് കിക്കോ പഞ്ചോ അലൗഡ് അല്ല. നോക്കൗട്ട് സിസ്റ്റത്തിലേക്ക് പോകത്തില്ല. പിന്നെ ഉള്ളത് തായ്ക്കൊണ്ടോ എന്ന് പറയുന്നത് ലെഗ്സിൻ്റെ മാത്രമാണ് അവർ കൂടുതൽ മൂവ്മെൻറ്റ് ചെയ്യുന്നത്. അവർക്ക് കൂടുതൽ പോയിൻറ്റ്സൊക്കെ അവർക്ക് സ്കോർ ചെയ്യാൻ പറ്റുന്ന ലെഗ്സിൽ മാത്രം ചെയ്യുമ്പോഴാണ്. അവർ കൈകൾ യൂസ് ചെയ്യുന്നത് വളരെ കുറവായിരിക്കും. പിന്നെ ഉള്ളതാണ് ഫുൾ കോണ്ടാക്റ്റ്. അപ്പോൾ ഫുൾ കോണ്ടാക്റ്റ് എന്ന് പറയുന്നത് അതൊരു നോക്കൗട്ട് സിസ്റ്റത്തിലേക്ക് പോകുന്ന ഒരു ആയോധന കലയാണ്. പലതരത്തിലുള്ള ഫുൾ കോണ്ടാക്റ്റുകളുണ്ട്. ഞാൻ ഫോളോ ചെയ്യുന്ന ക്യോകുഷിനാണ്. ഈ മുയത്തായി, കിക്ക് ബോക്സിങ്, എന്താ പറയുക, MMA ഇതെല്ലാം ഈ ഫുൾ കോണ്ടാക്റ്റ് ഇനത്തിൽ വരുന്ന ഒരു നോക്കൗട്ട് സിസ്റ്റത്തിലേക്ക് പോകുന്ന ടൈപ്പ് മാർഷൽ ആർട്സാണ്. അപ്പോൾ അതിൽ പോയിൻ്റ് വിൻ ചെയ്യുക എന്നുള്ളത്, നോക്കൗട്ട് ആക്കുക എന്നുള്ളതാണ്. അപ്പം നമുക്ക് പോയിൻ്റ് കിട്ടണമെന്നുണ്ടെങ്കിൽ തന്നെ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ഫൈറ്റ് അറ്റ്ലീസ്റ്റ് ഒരു 3 സെക്കൻഡ് 2 സെക്കൻഡെങ്കിലും ഒന്ന് നമ്മളുടെ അറ്റാക്ക് കൊണ്ടിട്ട് മറ്റേയാളൊന്ന് സ്റ്റോപ്പ് ആവണം. എന്നാൽ മാത്രമേ നമുക്കൊരു ഹാഫ് പോയിൻ്റ് അല്ലെങ്കിൽ ഒരു പോയിൻ്റ് വിൻ ചെയ്യാൻ പറ്റത്തുള്ളൂ. അങ്ങനെ ഒരു സിസ്റ്റമാണ്. നോക്കൗട്ട് സിസ്റ്റത്തിലേക്ക് പോകുന്ന ഒരു ഇനമായതുകൊണ്ടാണ് ഞാൻ ഈ ഒരു പാത, ഇതൊരു റിയൽ ഫൈറ്റ് ആണെന്ന് മനസ്സിലാക്കി. ഇതാണ് റിയൽ സെൽഫ് ഡിഫെൻസ് എന്ന് മനസ്സിലാക്കി. ഇങ്ങനെ ചെയ്താൽ ഒരു ആയോധന കല പഠിക്കുന്ന ഒരാൾക്ക് ഉറപ്പായിട്ടും എല്ലാവരും പറയും ഞാൻ ഫിറ്റ്നസ്സിന് വേണ്ടിയിട്ടാണ് കരാട്ടെ ചെയ്യുന്നത് ചിലർ പറയാറുണ്ട്.
ഫിറ്റ്നസ്സിന് വേണ്ടിയാണ് നമുക്കൊന്ന് ഫുട്ബോൾ കളിച്ചാൽ മതി, അല്ലെങ്കിൽ ബാഡ്മിൻ്റൺ ചെയ്താൽ മതി, അല്ലെങ്കിൽ ഇവിടെ നമ്മുടെ നാട്ടിൽ ഇഷ്ടം പോലെ റണ്ണിങ് ക്ലബ്ബുകളുണ്ട്, അതിലേതെങ്കിലും ഒന്നിൽ ജോയിൻ ചെയ്താൽ മതി, ഇല്ല സൈക്കിൾ ചെയ്യുന്ന ക്ലബ്ബുകളുണ്ട്, അവിടെ ഏതെങ്കിലും ഒന്നിൽ ജോയിൻ ചെയ്താൽ മതി, അല്ലെങ്കിൽ ജിമ്മിൽ ജോയിൻ ചെയ്താൽ മതി. പക്ഷേ മാർഷൽ ആർട്സിൽ വന്നിട്ട് ഫിറ്റ്നസ്സിന് വേണ്ടിയിട്ടാണ് വരുന്നത് എന്നൊരാൾ പറയുന്നുണ്ടെങ്കിൽ അയാൾ ഹൈഡ് ചെയ്യുന്നൊരു കാര്യമുണ്ട്. അയാൾക്ക് അത്യാവശ്യം സെൽഫ് ഡിഫെൻസ് കൂടി പഠിക്കണം എന്നുള്ളത് തന്നെയാണ്. അപ്പോൾ അതുകൊണ്ടാണ് അവർ മാർഷൽ ആർട്സ് ഫിറ്റ്നസ്സിന് വേണ്ടിയിട്ട് ചൂസ് ചെയ്യുന്നത്. അപ്പോൾ അങ്ങനെ ചൂസ് ചെയ്യുന്ന സമയത്ത് നമുക്ക് ഏറ്റവും കൂടുതൽ നമ്മളെ റിയലായിട്ട് നമ്മളെ സിറ്റുവേഷനിൽ നമ്മളെ ഹെൽപ്പ് ചെയ്യാൻ പറ്റുന്ന തരത്തിലുള്ള ഒരു മാർഷൽ ആർട്സ് എന്ന് പറയുന്നത് ഫുൾ കോണ്ടാക്ട് ഇനത്തിലുള്ള മാർഷൽ ആർട്സാണ്. അത് ഏതും ആയിക്കോട്ടെ, ക്യോകുഷിൻ പോലെയുള്ള ഫുൾ കോണ്ടാക്ട് ഇനത്തിലുള്ള മുയിത്തായി, കിക്ക് ബോക്സിങ്ങോ MMA ബോക്സിങ്ങോ അങ്ങനെയുള്ള ഏത് തരത്തിലുള്ള മാർഷൽ ആർട്സും ആ ഒരു തരത്തിൽ നമുക്ക് എന്താ പറയുക എടുക്കാൻ പറ്റിയ ഒരു മാർഷൽ ആർട്സാണ്. അതുകൊണ്ടാണ് ഞാൻ ഈ ഒരു ഇനം ചൂസ് ചെയ്യാനുള്ള കാരണം. പക്ഷേ പലർക്കും മാർഷൽ ആർട്സ് എന്ന് പറയുമ്പം ഫൈറ്റ് എന്നൊരു ചിന്തയാണ് ആദ്യം മനസ്സിലോട്ട് വരുന്നത്, അടിപിടി, അതാണ് ആദ്യം മനസ്സിൽ വരുന്നൊരു കാര്യം. പക്ഷേ യഥാർത്ഥത്തിൽ ഈ മാർഷൽ ആർട്സിൻ്റെ ശരിക്കുമുള്ളൊരു അർത്ഥം എന്താണ്? മാർഷൽ എന്ന് പറയുന്ന ഒരു വാക്ക് നമ്മൾ അതിൻ്റെ ഒരു ഇതിലേക്ക് പോയി കഴിഞ്ഞാൽ അത് യുദ്ധവുമായിട്ട് ബന്ധപ്പെട്ടത് എന്നാണ് അതിൻ്റെ ഒരു അർത്ഥം തന്നെ വരുന്നത്. അത് ഫൈറ്റുമായിട്ട്, ശരിക്കും മാർഷൽ ആർട്സ് ഫൈറ്റുമായിട്ട് ബന്ധപ്പെട്ട ഒരു സാധനം തന്നെയാണ്, അതിനകത്ത് മാറ്റമൊന്നുമില്ല. ഫൈറ്റ് ഉണ്ടാകുന്ന സമയത്തെ ആ ഒരു സമയത്തിനെ ഫൈറ്റ് ഉണ്ടാവാതിരിക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുന്ന ഒരാളാണ് ശരിക്കും മാർഷൽ ആർട്ടിസ്റ്റ് എന്ന് പറയുന്നത്. കാര്യം അയാൾ ഇടിക്കുന്നതിന് മുമ്പ് സ്വയം നിയന്ത്രണം ഉണ്ടാക്കുന്ന ഒരാളായിരിക്കും. അതായത് ഒരു അറ്റാക്കിന് മുമ്പ് അയാൾ സ്വയമായിട്ട് നിയന്ത്രിക്കും. അതാണ് ഒരു മാർഷൽ ആർട്ടിസ്റ്റിൻ്റെ പ്രധാനപ്പെട്ട പ്രത്യേകത എന്ന് പറയുന്നത്. അതിന് ഉള്ള ക്ഷമ അയാൾ നേടുന്നത് അയാളുടെ ട്രെയിനിങ്ങിൽ കൂടിയായിരിക്കും. ഇപ്പോൾ ഒരു ട്രെയിനറിനെ സംബന്ധിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ, ഉദാഹരണത്തിന് നമ്മളുടെ മുമ്പിൽ പല രീതിയിലുള്ള സ്റ്റുഡൻസ് ആയിരിക്കും വരുന്നത്. ചിലപ്പോൾ ചില ശാരീരിക വൈകല്യങ്ങളുള്ള കുട്ടികൾ വരാറുണ്ട്, ചിലപ്പോൾ അത്ര ആക്റ്റീവ് അല്ലാത്ത കുട്ടികളുണ്ടാവും, അല്ലെങ്കിൽ ഭയങ്കര ആക്റ്റീവായിട്ടുള്ള കുട്ടികളുണ്ടാവും. അപ്പം ഇങ്ങനെ പലതരത്തിലുള്ള ആളുകളായിരിക്കും നമ്മളെ സമീപിക്കുന്നത് ഇത് പഠിക്കാൻ വേണ്ടിയിട്ട്. അപ്പം നമ്മൾ ഒരു ഗ്രൂപ്പ് സെഷനിൽ ഇവരെ എല്ലാവരെയും നമ്മൾ മാനേജ് ചെയ്യേണ്ടി വരും. അങ്ങനെ മാനേജ് ചെയ്യുന്ന സമയത്ത് നമ്മൾ ഒരു ടെക്നിക്ക് അല്ലെങ്കിൽ ഈവൻ ഒരു ബിഗിനർ എന്നുള്ള നിലയിൽ ഒരു പുഷപ്പ് പഠിപ്പിക്കുകയാണെന്ന് വിചാരിക്കുക. പുഷപ്പ് പഠിപ്പിക്കുമ്പോൾ നന്നായിട്ട് ചിലപ്പോൾ ഒരു 10 പേരുണ്ടെങ്കിൽ അത് 2 പേര് കറക്റ്റായിട്ട് ചെയ്യുമായിരിക്കും. ഈ 8 പേരെ പഠിപ്പിക്കാൻ നമ്മൾ ചിലപ്പോൾ ഒരു മണിക്കൂർ അവരുടെ പുറകെ തന്നെ നമ്മൾ ചിലവഴിക്കേണ്ടി വരും. അപ്പം നമുക്ക് അത്രയും ക്ഷമ ഉണ്ടാവണം. അത്രയും ക്ഷമയോടുകൂടി കാര്യങ്ങൾ അവരെ വഴക്ക് പറയാതെ അവരെ മോട്ടിവേറ്റ് ചെയ്ത് നീ ചെയ്യുന്നത് ശരിയാണ്, നിന്നെക്കൊണ്ട് ഇത് പറ്റും എന്നുള്ള മോട്ടിവേറ്റ് ചെയ്ത് അവനെ വീണ്ടും വീണ്ടും പൊക്കി കൊണ്ടുവന്ന് അവനെ കൊണ്ട് ചെയ്യിപ്പിക്കുന്ന ആ ഒരു ക്ഷമ ഉണ്ടാക്കിയെടുക്കുക എന്ന് പറയുന്നത് വലിയ ഒരു കാര്യമാണ്. അപ്പോൾ സാധാരണപ്പെട്ട ആളുകൾ പറയും, കരാട്ടെ പഠിക്കാൻ എന്തിനാണ് പോകുന്നത്, അടിയുണ്ടാക്കാൻ പോകുന്നതല്ലേ. ഞാനൊക്കെ അനുഭവിച്ചിട്ടുള്ളൊരു പ്രധാനപ്പെട്ട ചോദ്യമായിരുന്നു ഇത്. കരാട്ടെ പഠിക്കുന്നത് എന്തിനാ, ഇതിൻ്റെ കാര്യം നിനക്കെന്താ, നീ എന്തിനാ വഴക്കുണ്ടാക്കാൻ പോകുന്നുണ്ടോ എന്നൊക്കെയുള്ള തോന്നലുണ്ടാവും. സത്യത്തിൽ ഈ കരാട്ടെ അല്ലെങ്കിൽ മാർഷൽ ആർട്സ് എന്ന് പറയുന്നത് അതൊരു ജീവിത ശൈലിയാണ്. അപ്പം നമുക്ക് നമ്മളുടെ ജീവിതത്തിലൊരു എന്താ പറയുക, സെൽഫ് റെസ്പെക്റ്റ്, സെൽഫ് കൺട്രോള്, അതുപോലെ ഡിസിപ്ലിന്, ഇങ്ങനെയുള്ള കാര്യങ്ങൾ നമുക്ക് ചിട്ടയായിട്ടുള്ള ജീവിതം എങ്ങനെ മെച്ചപ്പെടുത്താം, ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം നമ്മളെ പഠിപ്പിക്കുന്നത് ഈ മാർഷൽ ആർട്സാണ്. അപ്പം അതുകൊണ്ടൊരു ഫൈറ്റിലേക്ക് പോവാതിരിക്കാൻ നമ്മളെ സഹായിക്കുന്ന ഒരു സാധനമായിട്ടാണ് മാർഷൽ ആർട്സിനെ കാണേണ്ടത്. അപ്പോൾ ഫൈറ്റ് പഠിക്കുന്നുണ്ട് എന്ന് വിചാരിച്ചിട്ട് നമ്മൾ കാണുന്നവരെയൊക്കെ പോയിട്ട് ഫൈറ്റ് ചെയ്ത് തോൽപ്പിക്കുക എന്നുള്ള ഒരു അർത്ഥം അതിനകത്തില്ല. ഫൈറ്റിൻ്റെ സിറ്റുവേഷനെ അതിനെ കാമായിട്ട്, അതിനെ കൂളായിട്ട്, അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് പ്രവർത്തിക്കുകയും സ്വയം പ്രതിരോധം തീർക്കുകയും ചെയ്യുന്ന ഒരു സാധനമാണ്. നമുക്ക് അങ്ങനെ ഒരു സിറ്റുവേഷനിലേക്ക് പോകേണ്ടി വന്നാൽ നമ്മൾ അറ്റാക്ക് ചെയ്യുക എന്നുള്ളതല്ല, നമ്മൾ സ്വയം പ്രതിരോധം, നമ്മൾക്ക് പ്രശ്നം ഉണ്ടാവാതിരിക്കുക എന്നുള്ളത് എന്താ പറയുന്നത് എന്നുള്ളത് പഠിക്കുന്ന ഒരു സാധനമാണ് ഈ മാർഷൽ ആർട്സ് എന്ന് പറയുന്നത്. അല്ലാതെ കാണുന്നവരൊക്കെ അടിച്ചിട്ട് ഫൈറ്റ് ചെയ്യുക അങ്ങനെ ഒരു സംഭവമേ ഇല്ല. കുട്ടികൾ മുതൽ മുതിർന്നവരെ വരെ മാഷ് പഠിപ്പിക്കുന്നുണ്ട്. എന്ത് മാറ്റങ്ങളാണ് ഒരു കുട്ടിയിലും അല്ലെങ്കിൽ ഒരു മുതിർന്ന ഒരാളിലും നമ്മുടെ ഈ മാർഷൽ ആർട്ട് ഉണ്ടാക്കുന്നത്? എന്നെ സംബന്ധിച്ച് എനിക്ക് എന്താ പറയുക, ഏജ്ഡ് ആയിട്ടുള്ള സ്റ്റുഡൻസ്, അഡൽട്ട് സെഷൻ അല്ലെങ്കിൽ കിഡ്സ് സെഷൻ ഇതെല്ലാം ഉണ്ട്. ഇപ്പോൾ ഈ മാർഷൽ ആർട്സ് എന്ന് പറയുന്ന സാധനം അല്ലെങ്കിൽ കരാട്ടെ ക്യോകുഷിൻ എന്ന് പറയുന്ന സാധനം ഈ 2 കൂട്ടർക്കും ഉണ്ടാക്കുന്ന മാറ്റം ഒന്ന് തന്നെയാണ്. അതിനകത്ത് വേറെ കാര്യങ്ങളൊന്നുമില്ല. അവരുടെ ട്രെയിനിങ് രീതി ഉറപ്പായിട്ടും വ്യത്യസ്തമായിരിക്കും. എങ്കിൽ പോലും ഇവർക്കുണ്ടാകുന്ന മാറ്റങ്ങൾ 2 രീതിയിലായിരിക്കും. ഇപ്പോൾ ഒരു അഡൽസിനെ സംബന്ധിച്ച് അവനുണ്ടാകുന്ന പ്രധാനപ്പെട്ട മാറ്റം അവൻ്റെ ജീവിത ക്രമത്തിൽ അവൻ ശരിക്കും മാറ്റം ഉണ്ടാക്കുന്നു എന്നുള്ളതാണ്. കുട്ടികളെ സംബന്ധിച്ച് ഇപ്പോൾ ഒരു കുട്ടിയെ കൊണ്ടുവന്ന ഒരു പേരൻറ്റ് നമ്മളുടെ അടുക്കലോട്ട് വിടുമ്പോൾ അയാൾ ഒരിക്കലും ഒരു ഫൈറ്റർ ആക്കണമെന്നോ അല്ലെങ്കിൽ ഒരു കരാട്ടെ മാസ്റ്റർ ആക്കണമെന്നോ അല്ലെങ്കിൽ മാഷിനെ പോലെ ഒരു ട്രെയിനർ ആക്കണോ എന്ന് പറഞ്ഞിട്ട് ഒരാൾ നമ്മൾക്ക് വിടാറില്ല.
അവർ വിടുന്ന സമയത്ത് നമ്മൾക്ക് പറഞ്ഞു തരുന്നത് ഇവൻ കുറച്ച് ഇൻട്രോവേർട്ടാണ്, ഇവനെ ഒന്ന് ആക്റ്റീവ് ആക്കി എടുക്കണം. അല്ലെങ്കിൽ ഒന്ന് പറയുന്നത് ഇവന് കുറച്ച് ഫോക്കസ് ഔട്ടാണ്, ഇവന് പഠനത്തിലൊക്കെ ഫോക്കസ് കുറവാണ്, അതുകൊണ്ട് കരാട്ടെ പഠിച്ചാൽ ഫോക്കസ് ഉണ്ടാവുമെന്ന് അവൻ്റെ ഡോക്ടർ പറഞ്ഞു, അപ്പോൾ അതുകൊണ്ട് കരാട്ടെ പഠിക്കാമെന്ന് വിചാരിച്ച് കൊണ്ടുവന്നതാണ്. അല്ലെങ്കിൽ ചിലർ പറയുന്നത് ഇവന് ഭയങ്കര ഷൈ ആണ്, ഇവനെ ഒന്ന് ആ ഷൈ ഒക്കെ ഒന്ന് മാറ്റിയെടുത്ത് തരണം. അല്ലെങ്കിൽ ചിലർ പറയുന്നത് ഇവനെ എല്ലാവരും കളിയാക്കി, ഇവനാണെങ്കിൽ പേടിയാണ്, സ്കൂളിലൊക്കെ എല്ലാ കുട്ടികളും ഇവനെ കളിയാക്കുന്നുണ്ട്, അപ്പോൾ അവന് എന്താ പറയുന്നത് അതിനെ ഒന്ന് ഫേസ് ചെയ്യാനുള്ള ഒരു തൻ്റെ ഇടമൊക്കെ ഒന്ന് ഉണ്ടാക്കിയെടുക്കണം, അതുകൊണ്ട് ഇവനെ കരാട്ടെ പഠിപ്പിക്കണം, ഇങ്ങനെ പറയുന്നവരുണ്ട്. അപ്പോൾ ഈ കുട്ടികളിലാണ് നമ്മൾ ഈ കൂടുതൽ ഇങ്ങനെയുള്ള എന്താ പറയുന്നത് കാര്യങ്ങൾ കേൾക്കുന്നത്. പിന്നെ അഡൽസിൻ്റെ ഇതിലേക്ക് വന്നു കഴിഞ്ഞാൽ അവർ ഈ ലൈഫ് സ്റ്റൈൽ ഡിസീസ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നേരിടുന്ന ആളുകളാണ്. അപ്പോൾ അവർക്ക് അതിൽ നിന്നൊക്കെ ഒന്ന് ഒരു മാറ്റം ഉണ്ടാവണം, അവരുടെ ജീവിതം ഒന്ന് ചിട്ടയായിട്ട് മാറ്റണം. ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ കൊണ്ടാണ് ഇവർ നമ്മൾ കരാട്ടെ പഠിക്കാൻ വേണ്ടിയിട്ട് വരുന്നത്. ചുരുക്കം ചില യങ്സ്റ്റേഴ്സ് മാത്രമേ ഉള്ളൂ പ്രൊഫഷണലി ഫൈറ്റ് ചെയ്യണമെന്നും അല്ലെങ്കിൽ ഒരു ചാമ്പ്യൻ ആവണം എന്നൊക്കെ പറഞ്ഞാൽ അത് വിരലെണ്ണാവുന്ന 1, 2, 3 എന്താ പറയുന്നത് ആ സ്റ്റുഡൻസ് മാത്രമേ അങ്ങനെ ആ ഒരു രീതിയിലേക്ക് വരുന്നുള്ളൂ. അപ്പോൾ ഈ മാറ്റം ഉണ്ടാവുന്നത് മാനസികവും ശാരീരികവുമായിട്ടുള്ള മാറ്റമാണ് രണ്ടു കൂട്ടർക്കും ഉണ്ടാകുന്നത്. അപ്പം ഇതിൻ്റെ തോത് കൂടിയും കുറഞ്ഞു ഇരിക്കും എന്നുള്ളതാണ് എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചത്. കാരണം ഒരു കുട്ടിയെ സംബന്ധിച്ച് അവന് കൃത്യമായിട്ട് കൺസിസ്റ്റൻ്റായിട്ട് വരേണ്ട ഒരു കാര്യമുണ്ട്. കാര്യം അവൻ്റെ കാര്യങ്ങൾ കൂടുതൽ ഡിസൈഡ് ചെയ്യുന്ന ഒരു പേരൻ്റ് ആയതുകൊണ്ട് തന്നെ അവനെ കൃത്യമായിട്ട് ക്ലാസ്സിൽ കൊണ്ടുവിടുകയും തിരിച്ചു കൊണ്ടുപോയി അവർ ചെയ്യും. അപ്പോൾ അവർക്ക് കൺസിസ്റ്റൻ്റ് ആയിട്ടുള്ള ട്രെയിനിങ് കിട്ടുന്നത് കൊണ്ട് തന്നെ അവർക്ക് പെട്ടെന്ന് കുറച്ചുകൂടി മാറ്റങ്ങൾ അവരിൽ കാണാൻ സാധിക്കും. പക്ഷെ ഒരു അഡൾട്ട്സിനെ സംബന്ധിച്ച് അവർക്ക് 100 കൂട്ടം കാര്യങ്ങളായിരിക്കും. അവർക്ക് ചിലപ്പോൾ ജോലിക്ക് പോകണം, അവർ അതിന് ശേഷം ചിലപ്പോൾ വരുന്ന വഴിക്കായിരിക്കും ചിലപ്പോൾ ഫാമിലിയിലെ കുറച്ച് കാര്യങ്ങൾ ഉണ്ടാകുന്നത്. അപ്പോൾ ചിലപ്പോൾ അവരുടെ കൺസിസ്റ്റൻസി ഇതിനകത്ത് നഷ്ടപ്പെടാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ നമുക്ക് നോക്കുന്ന സമയത്ത് എനിക്ക് മനസ്സിലാക്കിയത് അഡൾട്ട്സിനേക്കാൾ കൂടുതൽ ഈ പെട്ടെന്ന് മാറ്റം ഉണ്ടാക്കാൻ നമുക്ക് സാധിക്കുന്നത് കുട്ടികൾ തന്നെയാണ്. ഇപ്പം രണ്ടുപേർക്കും മാറ്റങ്ങൾ മാനസികമായിട്ടും ശാരീരികമായിട്ടുള്ള മാറ്റങ്ങൾ തന്നെയാണ് ഉണ്ടാകുന്നത്. പക്ഷേ ഇന്ന് ഈ ലൈഫ് സ്റ്റൈൽ ഡിസീസ് വളരെ കൂടുതലാണ്. അപ്പോൾ ഈ ഒരു ടൈമിൽ നമ്മളെപ്പോലുള്ള ആൾക്കാർക്ക് ഈ മാർഷൽ ആർട്സ് ഇതിനെയൊക്കെ പ്രിവെൻറ്റ് ചെയ്യാൻ പറ്റുന്ന ഒന്നായി നമുക്ക് കാണാൻ പറ്റുമോ? നമുക്ക് ഈ ലൈഫ് സ്റ്റൈൽ ഡിസീസ് ഉണ്ടാകുന്നത് പ്രധാനമായിട്ടും 3 കാര്യങ്ങളുടെ ഇൻബാലൻസാണ്. ഒന്ന് ഉറക്കം, നമ്മളുടെ ഉറക്കം നല്ല രീതിയിൽ ശരിയായില്ലെങ്കിൽ, അതുപോലെ തന്നെ നമ്മുടെ ഭക്ഷണം, വ്യായാമമില്ലായ്മ. ഈ 3 കാര്യങ്ങൾ ഒന്ന് ബാലൻസ് ഔട്ട് ആവുന്ന സമയത്താണ് നമുക്ക് ലൈഫ് സ്റ്റൈൽ ഡിസീസ് ഉണ്ടാവാനുള്ള സാധ്യത കൂടുതൽ. അപ്പോൾ ഈ 3 കാര്യങ്ങൾ നമുക്ക് പ്രദാനം ചെയ്യുന്ന ഒരു സാധനമാണ് മാർഷൽ ആർട്സ് എന്ന് പറയുന്നത്. ഇപ്പോൾ നമ്മൾ ചിന്തിച്ചാൽ ഈ ലൈഫ് സ്റ്റൈൽ ഡിസീസ് പോലെയുള്ള ഒരു പ്രധാനപ്പെട്ട ഒരു പ്രശ്നമാണ് ഇന്ന് നമ്മുടെ ആളുകൾ അനുഭവിക്കുന്ന മറ്റൊരു കാര്യം ഈ സ്ട്രെസ്സ്, ആങ്സൈറ്റി. അതെ, ഇപ്പോൾ ചിന്തിച്ച് നോക്കി, നമ്മളുടെ പത്രത്തിലും ന്യൂസിലും ഒക്കെ കാണാൻ സാധിക്കുന്നുണ്ട്, നമ്മുടെ ചില ഉദ്യോഗസ്ഥർ അവർക്ക് വർക്ക് പ്രഷർ താങ്ങാൻ പറ്റാതെ അവർ സൂയിസൈഡ് ചെയ്ത വാർത്തകൾ നമ്മൾ കാണുന്നുണ്ട്. ഇപ്പോൾ 10ാം ക്ലാസ്സിൽ ഇപ്പം നേരത്തെ ഒന്നും നമുക്കിത് കാണാനേ പറ്റത്തില്ല, ഇപ്പോഴൊക്കെ നമ്മൾ വ്യാപകമായിട്ട് കാണാം. 10ാം ക്ലാസ്സിൽ പരീക്ഷയ്ക്ക് നല്ല മാർക്ക് കിട്ടാത്തത് കൊണ്ട് കുട്ടി തൂങ്ങി മരിച്ചു. ചില വാർത്തകളാണ്, അത് നമ്മളെ അമ്പരിപ്പിക്കുന്ന ചില വാർത്തകളാണ്. അച്ഛൻ്റെ മൊബൈൽ ഫോൺ എടുത്ത സമയത്ത് അച്ഛൻ വഴക്ക് പറഞ്ഞതിന് വിഷമിച്ചിട്ട് വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോയി, കാണാതായി കുട്ടിയെ. ഇങ്ങനെയുള്ള വാർത്തകളൊക്കെ നമ്മൾ ദിനം നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമുക്ക് ഇങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും നമ്മളുടെ ഈ ജീവിത ശൈലിയുമായിട്ട് ബന്ധപ്പെട്ടാണ്. നമ്മളൊരു മാർഷൽ ആർട്സ് പഠിക്കുന്ന ഒരാളെ സംബന്ധിച്ച് ഈ ഒരു അവസ്ഥ ഈ മാനസികമായിട്ട് നമ്മളെ എന്താ പറയുന്നത് ഈ കുറച്ചുകൂടി ദുർബലരല്ലാതെ ശക്തരാക്കുന്ന ഒരു അവസ്ഥയിലേക്ക് മാർഷൽ ആർട്സ് മാറ്റും. അപ്പോൾ അതിൻ്റെ ട്രെയിനിങ്ങിലൂടെ അവരത് മാർഷൽ ആർട്സ് അങ്ങനെയുള്ള കുറേ കാര്യങ്ങൾ നമ്മൾ മെൻ്റലി നമുക്ക് കിട്ടുന്ന ഒരു വിൽ പവർ, സെൽഫ് കോൺഫിഡൻസ്, ഇതൊക്കെ നമ്മൾ വർദ്ധിപ്പിക്കും. ഇത് ഇങ്ങനെ വർദ്ധിപ്പിക്കുന്നത് നമ്മളെ സംബന്ധിച്ച് നമുക്ക് ഇങ്ങനെയുള്ള ഈ വർക്ക് പ്രഷറിൻ്റെ സമയത്ത് അല്ലെങ്കിൽ സ്ട്രെസ്സിൻ്റെ സമയത്ത് ഈ ഓവർ തിങ്കിങ് ഉണ്ടാവാതിരിക്കുക, ഇതൊക്കെ നമ്മളെ എന്താ പറയുക മാറ്റം വരുത്ത സാധനം. കാര്യം അതെങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം മാർഷൽ ആർട്സിൻ്റെ ട്രെയിനിങ് സമയത്ത് നമ്മൾ പ്രസൻറ്റ് തിങ്ക് ആയിരിക്കും. അതായത് നമ്മൾ ആ സമയത്ത് വേറെ ഒന്നും ചിന്തിക്കാൻ പറ്റത്തില്ല, നമ്മൾ ആ ഫുൾ ടൈം ഓണായിരിക്കും, അവിടെ തന്നെയായിരിക്കും നമ്മൾ ചിന്ത പോകുന്നത്. അപ്പോൾ വേറൊരു സ്ഥലത്തേക്ക് ഓവർ തിങ്ക് ചെയ്ത് ഇപ്പോൾ വീട്ടിലോട്ട് പോകാൻ പറ്റുന്ന ഒരു അവസ്ഥയില്ല. കാര്യം അവിടുത്തെ ട്രെയിനർ കൃത്യമായിട്ടുള്ള അനുശാസനത്തിലൂടെ കൃത്യമായ സംസാരങ്ങളും കാര്യങ്ങളും ഡ്രിൽസും അവിടെ ചെയ്തുകൊണ്ട് അയാൾ അവിടെ മാത്രം ഫോക്കസ് ചെയ്ത് പോകുമായിരിക്കും. അപ്പോൾ അയാളുടെ ഓവർ തിങ്ക്
ഓവർ തിങ്കിങ് ചെയ്യുന്ന ഒരാളാണെങ്കിൽ അയാളുടെ ഓവർ തിങ്കിങ് കുറയും, സ്ട്രെസ്സ് കുറയും, ആങ്സൈറ്റി കുറയും. അതിലൂടെ അവർക്ക് നല്ല ഉറക്കം കിട്ടും. നല്ല വ്യായാമം ചെയ്യുമ്പോൾ നമുക്ക് തന്നെ മനസ്സിലാവും, നല്ല ഭക്ഷണം കഴിക്കണം എന്നുള്ള കാര്യം നമുക്ക് തന്നെ മനസ്സിലാവും. ആ ഒരു രീതിയിലേക്ക് നമുക്ക് മാറ്റം വരുത്താൻ സാധിക്കും. പക്ഷേ എൻ്റെ ഒരു പേഴ്സണൽ ചോദ്യം ഞാനിവിടെ ചോദിക്കുകയാണ്. അതായത് എനിക്ക് ഈ മാർഷൽ ആർട്സ് പഠിക്കാൻ ഭയങ്കര താല്പര്യമുള്ള ഒരാളാണ്. അപ്പം ഞാനിത് പഠിക്കുന്നതിനുള്ള ഉദ്ദേശം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇത് പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് എല്ലാ കാര്യത്തിനും ഭയങ്കര ഒരു ധൈര്യമാവും, ഒരു പോസിറ്റീവ് ചിന്താഗതി ഒക്കെ ഉണ്ടാവും എന്നുള്ളൊരു വിചാരമാണ് എനിക്ക്. അപ്പം ഞാൻ ചോദിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമുക്ക് ഭയം ഇവിടെ ഇല്ലാതാകുന്നുണ്ടോ, അതോ ഭയം പ്രോപ്പറായിട്ട് ചാനലൈസ് ആകുകയാണോ? എന്താണ് അതിൻ്റെ ഒരു യഥാർത്ഥ സത്യം? ഈ ലോകത്തുള്ള എല്ലാ മനുഷ്യരായിട്ട് വരുന്ന എല്ലാ ആളുകൾക്കും ഭയം ഉണ്ട് എന്നുള്ളത് നമ്മൾ ആദ്യമേ മനസ്സിലാക്കണം. ഈ ഭയത്തിനെ എങ്ങനെ ഓവർകം ചെയ്യാം എന്നുള്ളതാണ് നമ്മൾ ചിന്തിക്കേണ്ടത്. സത്യത്തിൽ മാർഷൽ ആർട്സ് പഠിച്ചവണ്ണം നമുക്ക് ഭയം മാറുക എന്നുള്ളതല്ല, നമ്മൾ ഭയങ്കര ധീരനായി നമ്മൾ നാളെ തൊട്ട് പോയിട്ട് എല്ലാത്തിനും ഞാൻ ഓക്കെ ആയി എന്നൊരു സിറ്റുവേഷനിലേക്കൊന്നും നമ്മൾ എത്തുന്നില്ല. നമ്മൾ എത്തുന്നത് നമുക്ക് മനസ്സിലാകുകയാണ് നമ്മൾക്ക് എന്തിനോടാണ് ഭയം എന്നുള്ളത് നമ്മൾ തിരിച്ചറിയും. ആ തിരിച്ചറിവ് നമ്മളെ ആ ഭയത്തിനെ ഓവർകം ചെയ്യാൻ വേണ്ടിയിട്ട് പ്രേരിപ്പിക്കും. ഇപ്പോൾ ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ, എനിക്ക് മനസ്സിലായത് നമുക്ക് എപ്പോഴാണോ സെൽഫ് കോൺഫിഡൻസ് കുറയുന്നത് ആ സമയത്താണ് ഈ ഭയം നമ്മളെ കുറച്ചുകൂടി കീഴ്പ്പെടുത്താൻ തുടങ്ങുന്നത്. ഇപ്പോൾ മാർഷൽ ആർട്സിലൊരു ഞങ്ങളൊക്കെ കൊടുക്കുന്നൊരു ട്രെയിനിങ് മെത്തേഡുണ്ട്. ഇപ്പോൾ ബിഗിനേഴ്സിൻ്റെ കാര്യം മാത്രം പറയാം കേട്ടോ, ഞാൻ കുറച്ചുകൂടി പ്രൊഫഷണലി പറയുന്നില്ല. കാര്യം എല്ലാവർക്കും മനസ്സിലാവണമെന്നുണ്ടെങ്കിൽ, സാധാരണക്കാർക്കും എല്ലാവർക്കും മനസ്സിലാവണമെന്നുണ്ടെങ്കിൽ നമ്മൾ ബിഗിനറായിട്ടുള്ള ഒരാൾക്ക് ട്രെയിനിങ് കൊടുക്കുന്ന രീതി പറയാൻ നിങ്ങൾക്ക് അത് കുറച്ചുകൂടി ക്യാച്ച് ചെയ്യാൻ പറ്റും. ഇപ്പോൾ ഒരു കുട്ടി വന്നു, അല്ലെങ്കിൽ ഒരു എന്താ പറയുക അഡൽട്സ് സെഷനിലൊരു എന്താ പറയുക ഒരാൾ വന്നു, ഒരു സ്റ്റുഡൻറ്റ് വന്നു. അയാളുടെ കപ്പാസിറ്റി എന്ന് പറയുന്നത് ഒരു 5 പുഷപ്സ് ചെയ്യാനായിരിക്കും അയാളുടെ കപ്പാസിറ്റി. അപ്പോൾ അയാൾക്കും അറിയാം അയാൾ 5 പുഷപ്പ് ചെയ്യും എന്ന് അയാൾക്കും അറിയാം. അപ്പം നമ്മൾ എന്താ ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരു 2 ദിവസം, ആദ്യത്തെ ദിവസം ആകുമ്പോൾ കഴിഞ്ഞ് 2ാമത്തെ ദിവസം ഒന്ന് വന്നു, 3ാമത്തെ ദിവസം ആകുമ്പോഴത്തേക്കിനും ഇയാളെ കൊണ്ട് 5 പുഷപ്പ് പഠിപ്പിക്കും. ഇയാൾ പോവും, തിരിച്ചു വരും. 4ാമത്തെ ദിവസം ആകുമ്പോഴത്തേക്കിനും ഈ 5 പുഷപ്പ് എന്നുള്ളത് ഇവരുടെ ടാർഗറ്റ് നമ്മളൊരു 8 പുഷപ്പായിട്ട് കൊടുക്കും. അപ്പോൾ ഇയാൾക്ക് 5 പുഷപ്പ് ഇയാൾ അടിക്കൂ എന്നുള്ളത് ഇയാൾക്കറിയാം. അപ്പോൾ 8 പുഷപ്പ് എങ്ങനെ അടിക്കും എന്നുള്ളൊരു ചിന്ത ഇയാൾക്കുണ്ടാവും. അപ്പോൾ ട്രെയിനർ പറയും, ധൈര്യമായിട്ട് അടിക്കും, നിന്നെ കൊണ്ട് സാധിക്കും, നീ ധൈര്യമായിട്ട് അടിച്ചോ, സൂപ്പർ അല്ലേ, നീ 5 അടിക്കുന്നതിന് 3 കൂടല്ലേ ഉള്ളൂ എന്നുള്ള തരത്തിലൊരു മോട്ടിവേഷൻ അങ്ങോട്ട് ഇട്ട് കൊടുക്കുമ്പോഴത്തേക്കും ഈ 5 അടിച്ച് ഇവൻ ഈ മോട്ടിവേഷൻ്റെ പുറത്തൊരു 6ാമത്തെ അടിക്കും. അപ്പോഴത്തേക്കും ഈ അടിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത്, പുഷപ്പ് അടിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് വീണ്ടും നമ്മൾ ക്ലാപ്പൊക്കെ ചെയ്തിട്ട് ഇവനെ വീണ്ടും ഒന്നുകൂടെ മോട്ടിവേറ്റ് ചെയ്യും. ഇവൻ അവസാനം ഈ 8 അടിച്ച് ഫിനിഷ് ചെയ്യും. ഈ 8 അടിച്ച് ഫിനിഷ് ചെയ്യുന്ന സമയത്ത് ഇവനുണ്ടാവുന്ന കോൺഫിഡൻസ് എന്ന് പറയുന്നത് അത് ഭയങ്കരമായിരിക്കും. ഇവന് മനസ്സിലായി ഇവൻ എന്തോ വലിയൊരു കാര്യം ചെയ്തു ഒരു അവസ്ഥയിലേക്ക് ഇവൻ മാറുകയാണ്. അപ്പം ഇവൻ്റെ കോൺഫിഡൻസ് ലെവൽ അവിടെ അങ്ങ് വളരെ വളരെ മുന്നിലേക്ക് പോകും. കാര്യം അവനറിയാം അവൻ 5 ചെയ്യത്തുള്ളൂ എന്ന്, പക്ഷെ അവൻ 8 ചെയ്തു. അവൻ്റെ കോൺഫിഡൻസ് അവിടെ ബിൽഡ് ചെയ്യുകയാണ് ചെയ്യുന്നത്. ഇതാണ് മാർഷൽ ആർട്സിൻ്റെ ട്രെയിനിങ് എന്ന് പറയുന്നത്. പക്ഷേ മറിച്ച് നിങ്ങൾ ചിന്തിച്ചോ, ഒരു 5 പുഷപ്പ് ചെയ്യുന്ന ഒരാൾക്ക് ഞാൻ 50 പുഷപ്പ് ടാർഗറ്റ് കൊടുത്തു. ഇവൻ 5 തികച്ചടിച്ചിട്ട് 6ാമത്തേന് അവൻ താഴെ പോയിട്ട് 50 എന്നെ കൊണ്ട് പറ്റത്തില്ലോ മാഷേ എന്നവൻ പറയും. നമ്മൾ വേണമെങ്കിൽ അവനെ കുറേ വഴക്കും പറഞ്ഞ് അവൻ വീട്ടിൽ പോകുമ്പോൾ അവൻ ആദ്യം ചിന്തിക്കുന്നത് എന്നെക്കൊണ്ട് ഇതൊന്നും പറ്റത്തില്ല, ഞാൻ ഇതിനൊന്നും പറ്റാത്ത ഒരാളാണ് എന്ന് സ്വയം ചിന്തിച്ച് ഇവൻ ഇതിൽ നിന്ന് മാറുക എന്നുള്ള അവൻ്റെ ഉള്ള കോൺഫിഡൻസ് കൂടെ നഷ്ടപ്പെട്ട് അവൻ പോവുക എന്നുള്ളതിലേക്ക് അവൻ പോകുന്നത്. അവൻ്റെ ഭയം അവിടെ ഒരിക്കലും മാറത്തില്ല. പക്ഷേ ഈ ജിം വർക്കൗട്ടിനേക്കാളും മാർഷൽ ആർട്ട് ട്രെയിനിങ് ശരീരത്തിന് നൽകുന്ന ഗുണങ്ങൾ എന്തൊക്കെയാണ്? ഗുണങ്ങൾ ജിം വർക്കൗട്ടിനും മാർഷൽ ആർട്സ് വർക്കൗട്ടിനും രണ്ടും ഒരുപോലെ തന്നെയാണ്. ഞാനിത് ചോദിക്കാൻ കാരണം വേറൊന്നുമല്ല, മാഷിന് ഒരു ജിം ഉണ്ടെന്ന് എനിക്കറിയാം. അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ എടുത്തു ചോദിക്കാൻ കാരണം. കാരണം ഇത് മാഷിന് കറക്റ്റായിട്ട് പറയാൻ പറ്റും. നമുക്ക് 1 അല്ല 2 ജിമ്മുണ്ട്. ഒന്ന് മല്ലപ്പള്ളിയിലാണ്, ഒന്ന് എഴിഞ്ഞില്ലത്തുമുണ്ട്. ശരി ശരി. ഓക്കെ. അപ്പോൾ എനിക്ക് തോന്നിയിട്ടുള്ള കാര്യം എന്ന് പറഞ്ഞാൽ, എല്ലാ മാർഷൽ ആർട്ടിസ്റ്റുകൾക്കും ആവശ്യമായ ട്രെയിനിങ് മെത്തേഡാണ് വെയ്റ്റ് ട്രെയിനിങ്. ഉറപ്പായിട്ടും അവർ ഞങ്ങൾക്കൊക്കെ ഈ ഫൈറ്റിൻ്റെ പ്രിപ്പറേഷൻ ടൈമിൽ ഞങ്ങൾ വെയ്റ്റ് ട്രെയിനിങ് എക്സ്പെഷ്യലി നല്ല ടൈറ്റായിട്ട് തന്നെ ചെയ്യുന്നവരാണ്. പക്ഷേ അതിൽ വ്യത്യാസമുണ്ട്. വെയ്റ്റ് ട്രെയിനിങ് തന്നെ പല മെത്തേഡ്സ് ഉണ്ട്. ക്രോസ്ഫിറ്റ് ട്രെയിനിങ്, അത്ലറ്റിക് ട്രെയിനിങ്, അങ്ങനെ പല ടൈപ്പ് ബോഡി ബിൽഡിങ്, അങ്ങനെ പല ടൈപ്പ് ട്രെയിനിങ് ഉണ്ട്. ഇപ്പം ഞങ്ങൾ ചെയ്യുന്ന ഒരു ക്രോസ്ഫിറ്റ് മോഡലുള്ള ഒരു ഫൈറ്റിനെ കുറച്ചുകൂടെ നമ്മളെ ഹെൽപ്പ് ചെയ്യുന്ന, പവർ കൂടുന്ന, സ്റ്റാമിന കൂടുന്ന അങ്ങനത്തെ ഒരു വെയ്റ്റ് ട്രെയിനിങ് മെത്തേഡായിരിക്കും ഈ മാർഷൽ ആർട്ടിസ്റ്റുകൾ കൂടുതൽ ചെയ്യുന്നത്. ആഴ്ചയിൽ 2 ദിവസവും 3 ദിവസമൊക്കെ ആയിരിക്കും അവർ കൂടുതൽ വെയ്റ്റ് ട്രെയിനിങ് ചെയ്യുന്നത്. അപ്പം വെയ്റ്റ് ട്രെയിനിങ്ങും മാർഷൽ ആർട്സ് ട്രെയിനിങ്ങും തമ്മിൽ വ്യത്യാസങ്ങൾ അല്ലെങ്കിൽ ഗുണങ്ങളെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ രണ്ടിനും ഗുണമുണ്ട് എന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം. പക്ഷേ എനിക്ക് ഇങ്ങനെ ഒരു ചോദ്യം വന്നപ്പോൾ എനിക്ക് ഓർമ്മ വരുന്നത്, നമ്മളുടെ ഈ ബോഡി ബിൽഡിംഗ് ലോകത്തിലെ എന്നും എല്ലാ സമയത്തും നമ്മളെ അമ്പരിപ്പിച്ചുകൊണ്ടിരുന്ന ഒരു മനുഷ്യനുണ്ടല്ലോ, അർണോൾഡ്. നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന ഒരു പേരാണ് അർണോൾഡ്. അപ്പോൾ അർണോൾഡും ഇടിക്കൂട്ടിലെ രാജാവ് എന്നറിയപ്പെടുന്ന മുഹമ്മദ് അലിയെ നമുക്ക് എല്ലാവർക്കും അറിയാം. ഇവർ തമ്മിൽ ഒരു ഇൻ്റർവ്യൂ പോലെ ഒരു ടോക്ക് ഉണ്ടായിരുന്നു.
ആ ടൈമിൽ അർണോൾഡ് നമ്മുടെ മുഹമ്മദ് അലിയോട് ചോദിക്കുന്നതാണ്, ഞങ്ങൾ ബോഡി ബിൽഡേഴ്സ് ഈ ആപ്സിന് വേണ്ടിയിട്ട്, ആപ്സിൻ്റെ ഒരു ക്ലാരിഫിക്കേഷൻ അല്ലെങ്കിൽ ആപ്സിൻ്റെ ഒരു മസിൽസിന് വേണ്ടിയിട്ട് ഞങ്ങൾ ഫസ്റ്റ് റെപ്പിൽ ഒരു 1000 നമ്പേഴ്സൊക്കെ പോവാറുണ്ട്. മുഹമ്മദ് അലി, ഫൈറ്റിന് വേണ്ടിയിട്ട് തയ്യാറെടുക്കുമ്പോൾ നിൻ്റെ ആപ്സിന് വേണ്ടി നിങ്ങൾ എത്ര നമ്പേഴ്സാണ് ഫസ്റ്റ് റെപ്പിൽ പോകുന്നതെന്ന് ചോദിച്ചു. അപ്പോൾ മുഹമ്മദ് അലി പറഞ്ഞ ഒരു മറുപടിയാണ് സത്യത്തിൽ മാർഷൽ ആർട്സിനെ ഒന്ന് വേറിട്ട് നിർത്തുന്നത്. മുഹമ്മദ് അലി പറഞ്ഞ ഇതാണ്, എപ്പോഴാണോ എനിക്ക് ആപ്സ് വർക്കൗട്ട് ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത്, സിറ്റപ്സ് ഞാൻ അടിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് എപ്പോഴാണോ എൻ്റെ ആപ്സിന് പെയിൻ സ്റ്റാർട്ട് ചെയ്യുന്നത്, അപ്പോൾ എൻ്റെ ഫസ്റ്റ് കൗണ്ട് അവിടെ സ്റ്റാർട്ട് ചെയ്യണം. അതായത് പുള്ളി ആപ്സ് വർക്കൗട്ട് ചെയ്ത് സിറ്റപ്സ് അടിച്ചുകൊണ്ടേയിരിക്കും. ഇങ്ങനെ അടിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് നമുക്ക് ആപ്സിലൊരു പെയിൻ ഫീൽ ആകുന്നു. ആ പെയിൻ ഫീൽ ആകുന്ന പോയിന്റിൽ പുള്ളി ഫസ്റ്റ് കൗണ്ട് സ്റ്റാർട്ട് ചെയ്യുമെന്നാണ് പുള്ളി മറുപടി പറഞ്ഞത്. ഇത് തന്നെയാണ് ശരിക്കും മാർഷൽ ആർട്സും ജിമ്മും തമ്മിലുള്ള ഒരു വ്യത്യാസമായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളത്. കാര്യം നമ്മൾ കൂടുതൽ എന്താ പറയുന്നത്, കുറച്ചുകൂടി സർവൈവ് ചെയ്യണം, റിങ്ങിൽ സർവൈവ് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള ട്രെയിനിങ് മെത്തേഡ്സ് ആയിരിക്കും നമ്മൾ ആഡ് ചെയ്ത് നമ്മൾ ചെയ്യുന്നത്. ഇപ്പോൾ ജിമ്മിനെ സംബന്ധിച്ച് ഞാൻ പറഞ്ഞ പോലെ പല ടൈപ്പ് വർക്കൗട്ടുണ്ട്. ഫിറ്റ്നസ് ആഗ്രഹിച്ച് വരുന്നവർക്ക് അങ്ങനെ ചെയ്യാം. അതല്ലാതെ മാർഷൽ ആർട്ടിസ്റ്റുകൾ തന്നെ അവർക്ക് പവർ ബൂസ്റ്റ് ചെയ്യാനോ അല്ലെങ്കിൽ അവരുടെ സ്റ്റാമിന ഇമ്പ്രൂവ് ചെയ്യാനും വെയ്റ്റ് ട്രെയിനിങ്ങിൽ കൂടി അതിനുള്ള മെത്തേഡ്സ് അവിടെയുണ്ട്. അങ്ങനെ നമുക്ക് അങ്ങനെ രണ്ടും പരസ്പര പൂരകങ്ങളാണെങ്കിൽ പോലും ഇതാണ് എനിക്ക് തോന്നിയിട്ടുള്ളൊരു വ്യത്യാസം. അപ്പോൾ ഇത് തന്നെയാണ്. അപ്പം നമ്മളുടെ ടേസ്റ്റാണ്, നമ്മൾക്ക് ജിമ്മിലാണ് വർക്കൗട്ട് ചെയ്യണം എന്നുള്ളൊരു ടേസ്റ്റ് ഉള്ള ഒരാൾ ഒരിക്കലും മാർഷൽ ആർട്സിലേക്ക് വരാൻ പാടില്ല. അയാൾ ജിമ്മിൽ തന്നെ അയാളുടെ ടൈം സ്പെൻഡ് ചെയ്യണം. കാര്യം അയാൾക്ക് കൂടുതൽ ചെയ്യാനുള്ളത്, അയാളുടെ ടേസ്റ്റ് അതായതുകൊണ്ട് കൂടുതൽ അവിടെയാണ് അയാൾക്ക് ചെയ്യാനുള്ളത്. മാർഷൽ ആർട്സിലാണ് നമുക്ക് ടേസ്റ്റ് എങ്കിൽ ഉറപ്പായിട്ടും നമ്മൾ മാർഷൽ ആർട്സിലേ പോകാൻ പാടുള്ളൂ. ആദ്യത്തെ ഒരു പരിഗണന എന്ന് പറഞ്ഞാൽ മാർഷൽ ആർട്സ് ആയിരിക്കണം. അപ്പോൾ അതിലൂടെ തന്നെ പോകണം. നമ്മുടെ ടേസ്റ്റ് അനുസരിച്ച് നമ്മൾ ചൂസ് ചെയ്യണം എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത്. പിന്നീട് ഈ സ്റ്റാമിന, ഫ്ലെക്സിബിലിറ്റി എന്ന് പറയുന്ന സാധനങ്ങൾ, ഇത് നമുക്ക് മാർഷൽ ആർട്സിൽ ഞാൻ ഒരു മാർഷൽ ആർട്ടിസ്റ്റ് ആയതുകൊണ്ട് തന്നെ അതിനുള്ള ട്രെയിനിങ് മെത്തേഡ് വളരെ കൂടുതലാണ് മാർഷൽ ആർട്സിലുള്ളത്. ഇപ്പോൾ ഉദാഹരണം പറഞ്ഞാൽ ഒരു മനുഷ്യൻ്റെ സ്റ്റാമിന എന്ന് പറയുന്നത് അയാളുടെ കാർഡിയോ വാസ്കുലർ സിസ്റ്റത്തിൻ്റെ സ്റ്റാമിനയാണ്. അപ്പോൾ കാർഡിയോ വാസ്കുലർ സിസ്റ്റത്തിന് സ്റ്റാമിന ഇല്ലെങ്കിൽ ഒരു മനുഷ്യൻ്റെ ഫിസിക്കൽ ബോഡിക്ക് സ്റ്റാമിന ഉണ്ടാകത്തില്ല. നമുക്കറിയാം സ്മോക്ക് ചെയ്യലെന്നൊക്കെ ഒത്തിരി പേര് പറയാറുണ്ട്. ഇതിൻ്റെ കാരണം എന്താണെന്ന് കൃത്യമായിട്ട് അവർ പറഞ്ഞു കൊടുക്കാറില്ല. അപ്പോൾ ഈ കാർഡിയോ വാസ്കുലർ സിസ്റ്റം നമ്മളുടെ മനുഷ്യൻ്റെ എഞ്ചിൻ എന്നാണ് പറയുന്നത്. ഒരു കാറിന് എഞ്ചിൻ എത്രത്തോളം പ്രധാനപ്പെട്ടതാണ്, അതുപോലെയാണ് ഒരു മനുഷ്യന് അയാളുടെ കാർഡിയോ വാസ്കുലർ സിസ്റ്റം എന്ന് പറയുന്നത്. അപ്പോൾ ഇതിന് സ്റ്റാമിന ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ഫിസിക്കൽ ബോഡിക്ക് സ്റ്റാമിന ഉണ്ടാകത്തുള്ളൂ. എന്നാൽ മാത്രമേ നമുക്ക് സ്റ്റാമിനപരമായിട്ടുള്ള കാര്യങ്ങൾ നമ്മുടെ ഡെയിലി ലൈഫിൽ ചെയ്യാൻ സാധിക്കുള്ളൂ. അപ്പോൾ ഈ കാർഡിയോ വാസ്കുലർ സിസ്റ്റത്തിന് സ്റ്റാമിന ഉണ്ടാക്കുന്ന ട്രെയിനിങ് മെത്തേഡാണ് ഹൈ ഇൻറ്റൻസിറ്റി ഇൻ്റർവൽ ട്രെയിനിങ്, ഹിറ്റ് എന്ന് നമുക്ക് പറയാം. ഹൈ ഇൻറ്റൻസിറ്റി ഇൻ്റർവൽ ട്രെയിനിങ്, HIIT. ഈ ഒരു മെത്തേഡിലാണ് സത്യത്തിൽ മാർഷൽ ആർട്സിൻ്റെ ഒരു സെഷൻ എന്താ പറയുന്നത് തുടങ്ങുന്നത് തൊട്ട് തീരുന്നത് വരെ പോകുന്നത്. അപ്പോൾ ഇങ്ങനെ ഈ ഒരു ട്രെയിനിങ് മെത്തേഡിലൂടെ പോകുന്നത് കൊണ്ട് തന്നെ നമുക്ക് സ്റ്റാമിന വളരെ അധികം നമുക്ക് കിട്ടാനുള്ള സഹായമാവും. ഈ ഒരു ട്രെയിനിങ് മെത്തേഡ് നമുക്കത് പ്രദാനം ചെയ്യും. അപ്പോൾ മാർഷൽ ആർട്സിൻ്റെ ഒരു രീതിയിൽ ഇങ്ങനെയൊരു സെഷനാണ് പോകുന്നത്. അതുകൊണ്ട് തന്നെ സ്റ്റാമിന നമുക്ക് ബിൽഡപ്പ് ആയിക്കോളും. പിന്നെ പറയേണ്ടത് ഫ്ലെക്സിബിലിറ്റിയെ സംബന്ധിച്ചാണ്. ഫ്ലെക്സിബിലിറ്റിയെ സംബന്ധിച്ച് ഇപ്പോൾ ഈ നമുക്ക് ഫ്ലെക്സിബിലിറ്റി കുറഞ്ഞാലുള്ള കാര്യങ്ങളെക്കുറിച്ച് നമുക്കറിയാം. നമ്മൾ ഒന്ന് നടക്കുന്ന സമയത്ത് പെട്ടെന്ന് ഒരാൾ പിടിച്ചു ഒന്ന് തിരിഞ്ഞു, അപ്പോഴായിരിക്കും ഇവിടെ ഒരു വേദന ഉണ്ടാകുന്നത്. അല്ലെങ്കിൽ പെട്ടെന്ന് നമുക്ക് ഈ മസിൽസ് അത്രയും റിജിഡായിരിക്കും, നമുക്ക് വലിയ പ്രയാസമായിരിക്കും ഡെയിലി ലൈഫിൽ തന്നെ ചില കാര്യങ്ങൾ ചെയ്യാൻ. ഇപ്പം തന്നെ ഞാൻ ഒത്തിരി വർക്കൗട്ടുകൾ ചെയ്യിപ്പിക്കുന്ന ഒത്തിരി ക്ലയൻസ് എനിക്കുണ്ട്. ചില ആളുകൾക്ക് നമുക്ക് ചിന്തിക്കാൻ പറ്റത്തില്ല, അവർക്കൊന്ന് ഇരുന്നിട്ട് എഴുന്നേക്കാൻ ബുദ്ധിമുട്ടുള്ള ഒത്തിരി ആളുകളുണ്ട്. 35-40 വയസ്സുള്ള നമ്മളുടെ എൻ്റെ കൂട്ടത്തിലുള്ള ക്ലയൻസ് ആയിട്ടുള്ള ചേട്ടന്മാർക്ക് ഇരുന്നിട്ട് എഴുന്നേക്കാൻ പറ്റാത്ത ക്ലയൻസ് വരെ എനിക്കുണ്ട്. അപ്പോൾ അവർക്ക് ഒക്കെ കൊടുക്കേണ്ടത് ഫ്ലെക്സിബിലിറ്റി ട്രെയിനിങ് ഒക്കെ കൊടുക്കേണ്ടതായിട്ടുണ്ട്. അപ്പോൾ അത് നമുക്ക് നമ്മളുടെ മാർഷൽ ആർട്സിൽ ഉള്ള ട്രെയിനിങ് ഫ്ലെക്സിബിലിറ്റിക്ക് പ്രത്യേക സെഷൻസ് ഒക്കെ തന്നെ ഉണ്ട്. മാർഷൽ ആർട്ടിസ്റ്റിനെ സംബന്ധിച്ച് ഹയർ കിക്ക് അവൻ കൂടുതൽ പ്രാക്ടീസ് ചെയ്യും, ഹയർ കിക്കൊക്കെ പ്രാക്ടീസ് ചെയ്യും. ഈ ഹയർ കിക്കൊക്കെ പ്രാക്ടീസ് ചെയ്യുമ്പോൾ നമ്മൾ കാലിന് അത്രത്തോളം ഫ്ലെക്സിബിലിറ്റി ഉണ്ടെങ്കിൽ മാത്രമേ ഈ കാല് അത്രയും പൊങ്ങത്തുള്ളൂ. അപ്പോൾ ഇത് അത്രയും പൊങ്ങണമെന്നുണ്ടെങ്കിൽ നമ്മൾ ആദ്യമേ ഇവനെ വിളിച്ചിട്ട് പാട് പിടിച്ചു കൊടുത്ത് ഇത്രയും കളരത്തിൽ അടിച്ചോ എന്ന് പറയത്തില്ല. ഇവൻ ആദ്യമേ ഇവൻ്റെ ഫ്ലെക്സിബിലിറ്റി ഒരു ട്രെയിനർ മനസ്സിലാക്കി ഇവൻ എന്താണ് ഇമ്പ്രൂവ് ചെയ്യേണ്ടതെന്ന് മനസ്സിലാക്കി ആ ഫ്ലെക്സിബിലിറ്റിക്കുള്ള വർക്കൗട്ട് പ്രധാനമായിട്ടും അങ്ങനെ ഒരു അങ്ങനെ ഒരു സെഷൻ തന്നെ മാർഷൽ ആർട്സിനുണ്ട്. ആ ഫ്ലെക്സിബിലിറ്റിക്കുള്ള സെഷൻ, ആ ഒരു ട്രെയിനിങ് മെത്തേഡ് അവന് ഗ്രാജുവലി കൊടുത്ത് അവനെ പിക്കപ്പ് ആക്കിയാണ്. ഇപ്പം മാർഷൽ ആർട്സിനെ സംബന്ധിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ ഈ സ്റ്റാമിനയ്ക്കും ഫ്ലെക്സിബിലിറ്റിക്കും എല്ലാം
ഇമ്പോർട്ടൻസ് ഉണ്ട്. അത് അവരുടെ അതിനുള്ള ട്രെയിനിങ് മെത്തേഡ്സും മാർഷൽ ആർട്സിൽ അവൈലബിൾ ആണ്. ആ ഒരു ട്രെയിനിങ് മെത്തേഡ്സിലൂടെ വരുന്ന ക്ലയൻസും ഇതെല്ലാം നമ്മൾ കൊടുത്ത് അവരെ സെറ്റാക്കി എടുക്കും. ഒരു ആങ്കർ ഇഷ്യൂവേ വരുന്ന ഒരാൾ അല്ലെങ്കിൽ ഒരു ആങ്കർ ഇഷ്യൂ ഉള്ള ഒരാൾക്ക് മാർഷൽ ആർട്സ് എന്തെങ്കിലും ഒരു മാറ്റം ഉണ്ടാക്കി കൊടുക്കുമോ? ഉറപ്പായിട്ടും മാറ്റം ഉണ്ടാക്കി കൊടുക്കും. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ഈ നമ്മുടെ ഒരു ട്രെയിനിങ് മെത്തേഡ്സ് ഉണ്ട്. ഇപ്പോൾ പാർട്ട് ട്രെയിനിങ് എന്ന് പറഞ്ഞൊരു ഒരു സെഗ്മെൻ്റ് ഉണ്ട്, ഒരു ട്രെയിനിങ് മെത്തേഡ് ഉണ്ട്. അപ്പോൾ ഒരു പാർട്ണറായിട്ട് നിന്നിട്ട് നമുക്ക് കിക്കിങ് പാടുകളൊക്കെ ഉണ്ടാവും. ഇത് അങ്ങോട്ടും ഇങ്ങോട്ടും ചെയ്യുന്ന ഒരു സെഗ്മെൻ്റാണത് ഉള്ളത്. അപ്പോൾ നമ്മൾ ഈ ആങ്കർ ഇഷ്യൂസുമായിട്ട് വരുന്ന ആളുകളെ സംബന്ധിച്ച് നമ്മൾക്ക് ഈ എങ്ങനെയുള്ള ഒരു ട്രെയിനിങ് മെത്തേഡ്സ്, നമ്മൾ ഹിറ്റ് ചെയ്യുന്ന ടൈപ്പിലുള്ള ഒരു ട്രെയിനിങ് മെത്തേഡ്സ് അവർക്ക് കൊടുക്കുന്ന ആദ്യത്തെ ഇത്തിരി കൂടി ഒരു 3 മാസം 4 മാസമൊക്കെ ആയ ഒരു ആളുടെ വെച്ചിട്ടാണ് ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഒറ്റയടിക്ക് വന്നാൽ ഉടനെ നമ്മൾ ആങ്കർ ഇഷ്യൂസിനൊന്നും ശമനം ഉണ്ടാകത്തില്ല. ഈ ബൈ ട്രെയിനിങ്ങിലൂടെ ഗ്രാജുവലി ഇത് മാറത്തുള്ളൂ. ഇത് മാറുന്നത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു 3 മാസം 4 മാസം ഇയാൾ വന്ന് ഇയാളൊരു കൺസിസ്റ്റൻ്റ് ആയി കഴിയുമ്പോഴത്തേക്കിനും നമ്മൾ ഇങ്ങനെയുള്ള സെഗ്മെൻറ്റ് പാർട്ട്ണർ ട്രെയിനിങ്, സ്പാറിങ് ഒക്കെ കൊടുക്കും. അപ്പം ഇങ്ങനെ കൊടുക്കുന്ന സമയത്ത് ഇവർ എന്താ പറയുന്നത്, അങ്ങോട്ടും ഇങ്ങോട്ടും എന്താ പറയുക, നല്ല രീതിയിൽ ഇവരുടെ എനർജി ലെവല് മാക്സിമം ഉപയോഗിച്ചിട്ടായിരിക്കും ഇവർ ട്രെയിനിങ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഈ ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് ആദ്യം നമ്മൾ കൊടുക്കുന്നത് ചിലപ്പോൾ 2 മിനിറ്റ് ആയിരിക്കും ഈ ഒരു പാർട്ട് ട്രെയിനിങ്ങിന് വേണ്ടി കൊടുക്കുന്നത്. ഇപ്പോൾ 2 മിനിറ്റ് കഴിയുമ്പോഴത്തേക്കിനും അടുത്ത ആൾ ചെയ്യും, വീണ്ടും 2 മിനിറ്റ് കൊടുക്കും. അപ്പോഴത്തേക്കിനും ഇയാളുടെ സ്റ്റാമിന മൊത്തത്തിൽ നിന്ന് ലൂസ് ആയിക്കൊണ്ടേയിരിക്കും. പിന്നീട് ഒരു 2 മിനിറ്റ് കൂടെ കൊടുക്കുമ്പോഴത്തേക്കിനും ഇയാൾക്ക് ഈ ആങ്കർ ഇഷ്യൂ ഉള്ള ഒരാൾക്ക് സത്യത്തിൽ ദേഷ്യം വരും. ഈ ദേഷ്യത്തിന് എന്താ പറ്റുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദേഷ്യം അവിടെ കാണിക്കാൻ പറ്റത്തില്ലല്ലോ. കാര്യം ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. പറയുന്നത് മാസ്റ്ററാണ്, മാസ്റ്ററിനെ തെറി വിളിക്കാൻ പറ്റത്തില്ല. രണ്ടാമത് അപ്പുറം നിൽക്കുന്ന ഇവനെ പോലെ ഗതികെട്ടവൻ, അതായത് അവനും ഇതെല്ലാം ചെയ്യാൻ വിധിക്കപ്പെട്ടവനെ പോലെ അവനും ഇതൊക്കെ ചെയ്യേണ്ടവൻ തന്നെ. അപ്പം അവനെ ഒന്നും പറയാൻ പറ്റത്തില്ല. അപ്പം എന്താ പറ്റുകയെന്ന് പറഞ്ഞാൽ ഇയാളുടെ ആങ്കർ ഒരു ഈ വേറൊരു എനർജി ആയിട്ട് അവിടെ ചാനൽ മാറുകയാണ് ചെയ്യുന്നത്. ഈ ആങ്കറിനെ അയാൾ എനർജി ആയിട്ട് ചാനൽ മാറ്റും. അത് അയാൾ പോലും അറിയാതെ നടക്കുന്ന ഒരു പ്രോസസ്സാണ്, അയാളുടെ ഉള്ളിൽ നടക്കുന്നത്. ഈ ആങ്കർ എന്താ ചെയ്യുക, ദേഷ്യപ്പെടാതെ അയാൾക്ക് വയ്യ, അപ്പോൾ അയാൾക്ക് എനർജി ഇല്ല, അയാൾക്ക് വയ്യ, ഇങ്ങനെയൊക്കെ ചെയ്യാനും പറ്റത്തില്ല. പക്ഷേ പറ്റത്തില്ലെന്ന് പറഞ്ഞാൽ ട്രെയിനർ സമ്മതിക്കത്തുമില്ല. അപ്പോൾ ഈ ആങ്കറിനെ എന്ത് ചെയ്യും, ഈ എനർജി ആയിട്ട് ഇയാൾ കൺവേർട്ട് ചെയ്യും. അപ്പോൾ ഇങ്ങനെ പെതിയെ ഈ ഗ്രാജുവലി ഈ ആങ്കർ ഇയാളിൽ നിന്ന് മാറിക്കൊണ്ടേയിരിക്കും. ഈ ഒരു പ്രോസസ്സ് സത്യത്തിൽ മാർഷൽ ആർട്സിൽ നടക്കുന്നുണ്ട്. ഇന്ന് സ്ത്രീകൾക്ക് വളരെയധികം ബുദ്ധിമുട്ടുണ്ടാക്കുന്ന രീതിയിൽ പല ഇൻസിഡൻസും ഞാനത് എടുത്ത് ഓരോന്നായിട്ട് പറയുന്നില്ല, പക്ഷെ എന്നാലും നമ്മൾ പത്രങ്ങളൊക്കെ വായിക്കുന്ന സ്ഥിതിക്ക് അല്ലെങ്കിൽ ന്യൂസുകൾ കാണുന്ന സ്ഥിതിക്ക് നമ്മൾ ഒത്തിരി കാണാറുണ്ട് സ്ത്രീകൾക്ക് നേരെ ഉണ്ടാകുന്ന അതിക്രമങ്ങൾ. മാർഷൽ ആർട്സ് പഠിക്കുന്ന ഒരു ലേഡി, അവർക്ക് കിട്ടുന്ന ഒരു ശക്തി എന്താണ് ശരിക്കും ഇതിൽ നിന്ന്? എൻ്റെ ഒരു സീനിയർ സ്റ്റുഡൻ്റ് ആയിട്ടുള്ള പുണ്യ എന്ന് പറയുന്ന പെൺകുട്ടിയുണ്ട്. 21 വയസ്സാണ് അയാളുടെ പ്രായം. ഒരു ദിവസം ഒരു വൈകുന്നേര സമയം ഇയാളുടെ അച്ഛനും അമ്മയും കൂടി ബൈക്കിൽ വെളിയിലേക്ക് പോയി. സ്ഥലമൊന്നും പറയുന്നില്ല. ഒരു ജംഗ്ഷനിൽ വെച്ചിട്ട് വേറൊരു ബൈക്കിൽ യാത്ര ചെയ്ത് 2 പേര്, അതിൽ 2 പേരും ഇത്തിരി മദ്യപിച്ചിട്ടുള്ള ആളുകളാണ്. ഇവർ വന്നിട്ട് ഇവരുടെ അച്ഛൻ്റെ വണ്ടിയിൽ അങ്ങോട്ട് വന്ന് ഇടിച്ചു. ഇവരുടെ അച്ഛനും അമ്മയും താഴെ പോയി. പക്ഷെ എഴുന്നേറ്റ സമയത്ത് ഈ മദ്യപിച്ച ആളുകൾക്ക് അവർക്ക് കുറച്ച് മദ്യത്തിൻ്റെ ലഹരിയിലാണോ എന്നറിഞ്ഞുകൂടാ, എന്താ അസഭ്യമൊക്കെ ഇവരോട് സംസാരിക്കാൻ തുടങ്ങി. കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്കിനും എന്താ പറയുന്നത്, ഇവർക്ക് ഭയങ്കര വിഷമമായി. ഇവർ പറയുന്നതൊന്നും അവരങ്ങോട്ട് കേൾക്കുന്നില്ല. ഇവർ ഭയങ്കരമായിട്ട് റേസ് ചെയ്യുകയാണ്. അവസാനം അത് ഒരു ഫൈറ്റിലേക്ക് വരുമെന്നുള്ളൊരു അവസ്ഥ വരെ എത്തി. ഇത് കണ്ടുകൊണ്ട് നിൽക്കുന്ന ഈ സ്ഥലത്തുള്ളതിൻ്റെ തൊട്ട് ഓപ്പോസിറ്റ് വീട്ടിൽ എൻ്റെ അതായത് ഈ പുണ്യയുടെ ക്ലാസ്സിൽ തന്നെ പഠിക്കുന്ന ഒരു സ്റ്റുഡൻറ്റ് വേറെ ഉണ്ട് എനിക്ക്. ഇവനെന്താ ചെയ്തേ, ഇവൻ്റെ അച്ഛൻ്റെ അമ്മയുടെയോ വീട്ടിലുള്ള ഫോൺ എടുത്തിട്ട് പുണ്യയെ വിളിച്ചിട്ട് പറഞ്ഞു, ഇതുപോലെ ചേച്ചിയുടെ അച്ഛനും അമ്മയും ഇവിടെ ആക്സിഡൻ്റ് ആയി, എല്ലാവരും ചേച്ചിയുടെ അച്ഛനും അമ്മയും ചീത്ത വിളിക്കുന്നു എന്ന് പറഞ്ഞു. ഇവള് പെട്ടെന്ന് ബൈക്ക് അവളുടെ ആക്റ്റീവ് എടുത്തിട്ട് നേരെ അവിടെ വന്നപ്പോൾ ഇവളുടെ അച്ഛനും അമ്മയും വിഷമിച്ചിരിക്കുന്നു. ഈ വണ്ടി ഇടിച്ച് മദ്യപിച്ച ആളുകൾ നന്നായിട്ട് അസഭ്യമൊക്കെ പറയുന്നു. നമ്മൾ ആദ്യം ഞാൻ മുമ്പേ പറഞ്ഞ പോലെ നമ്മളൊരു സിറ്റുവേഷൻ ഫൈറ്റ് ഒഴിവാക്കുകയാണ് ഒരു മാർഷൽ ആർട്ടിസ്റ്റ് ആദ്യം ചെയ്യേണ്ടത്. ഇപ്പോൾ ആദ്യം ചെയ്തത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവരോട് പറഞ്ഞു, ഇവർ അച്ഛനോട് അമ്മയോട് പറഞ്ഞു നിങ്ങൾ വീട്ടിലോട്ട് പോകും, വേറെ വണ്ടിക്ക് ഒരു കുഴപ്പമില്ല, നിങ്ങൾ വീട്ടിലോട്ട് പൊക്കൂ എന്നൊക്കെ പറഞ്ഞു. പക്ഷേ ഇവർ പോകുന്നില്ല. കാര്യം അങ്ങനെ പോകുന്നു. 21 വയസ്സുള്ളൊരു പെൺകുട്ടി പറയുന്ന ഒരു രീതിയിലാണല്ലോ അച്ഛനും അമ്മയും എടുക്കുന്നത്. അപ്പോൾ ഇവള് രണ്ടാമതായിട്ട് അവരോട് പറഞ്ഞു ഇത്രയേ ഉള്ളൂ, ഇനി നീ ഒന്നുകൂടെ സംസാരിച്ചാൽ നിൻ്റെ തലയടിച്ച് ഞാൻ പൊട്ടിക്കുമെന്ന് പറഞ്ഞു. ഇങ്ങനെ പറയാൻ പാടുണ്ടോ എന്നുള്ളതൊക്കെ രണ്ടാമത്തെ കാര്യം. പക്ഷേ അവൾ ആ ടൈമിൽ പ്രതികരിച്ച അങ്ങനെ ഇവളുടെ ആ ഒരു ടൈമിൽ ആ ഒരു എന്താ പറയുന്നത് അഡ്രിനാലിൻ റഷൊക്കെ ചെയ്ത് അവളുടെ ആ ഒരു ആറ്റിറ്റ്യൂഡും ഒക്കെ കണ്ടുകൊണ്ടായിരിക്കും ഇവളുടെ ബോഡി ലാംഗ്വേജ് ഒക്കെ മാറി. പെട്ടെന്ന് തന്നെ ഇവർ കുറച്ചൊന്ന് സൈലൻ്റ് ആയി. പിന്നെ അവിടെ പെട്ടെന്ന് തന്നെ ആളുകൾ വന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞു വിട്ടു, എല്ലാം പോയി. ഒരു 2 ദിവസം കഴിഞ്ഞപ്പോൾ പുണ്യയും ഈ ആരതി എന്ന് പറയുന്ന ഒരു സ്റ്റുഡൻറ്റും ഉണ്ട്. ഇവർ 2 പേരും എൻ്റെ സുംബയിൽ ഞാൻ ട്രെയിനിങ്ങിന് വിടും അവരെ ഇടയ്ക്ക്. എനിക്ക് ക്ലയൻസ് കൂടുതലുള്ളപ്പോൾ ഇവരെയാണ് ഞാൻ ട്രെയിൻ ചെയ്യിപ്പിക്കാൻ വേണ്ടി വിടുന്നത്. അപ്പോൾ ഇവർ ട്രെയിനിങ്ങിന് വേണ്ടിയിട്ട്
ഈ സ്ഥലത്തൂടെ തന്നെ പോയ സമയത്ത് ഇവരവിടെ നിൽപ്പുണ്ടായിരുന്നു. വണ്ടിയിൽ കൈ കാണിച്ച് നിർത്തി. എന്നിട്ട് പുണ്യോട് ചോദിച്ചു, നീ എൻ്റെ തലയടിച്ച് പൊട്ടിക്കുമെന്ന് പറഞ്ഞില്ല, എന്നാൽ അടിക്കടി. ഇങ്ങനെയുള്ള രീതിയിലുള്ള വർത്തമാനങ്ങൾ അവിടേക്കായി. വർത്തമാനം കുറച്ചുകൂടി ഓവറായി, ഇവർക്ക് സഹിക്കാൻ പറ്റാത്ത രീതിയിലേക്കായി. അവസാനം ഈ ആരതി എന്ന് പറയുന്ന ആളുടെ കയ്യിൽ കയറിയിട്ട് ഇയാൾ പിടിക്കുന്നൊരവസ്ഥയുണ്ടായി. വിടാനൊക്കെ പറഞ്ഞിട്ടും വിട്ടില്ല. അവസാനം എന്താ ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ പെമ്പിള്ളേർ രണ്ടുപേരും കൂടി 2 ലൂക്കിക്ക് 2 പഞ്ച് നോക്കൗട്ട് ചെയ്തു. എന്നിട്ട് വണ്ടി എടുത്തുകൊണ്ട് പോയി. എന്നിട്ട് ഞാൻ പിന്നെ പോയി സംസാരിച്ച് എല്ലാം ഓക്കെ ആയപ്പം പറഞ്ഞു വന്നത്, സ്ത്രീകളെ എത്രത്തോളം ഇത് നോക്കേണ്ട 21 വയസ്സുള്ള 2 പെൺകുട്ടികളാട്ടോ. സ്ത്രീകളെ എത്രത്തോളം ഇത് ഹെൽപ്പ് ചെയ്യുന്നു എന്ന് ചോദിച്ചാൽ എനിക്ക് തോന്നി ഇത് തന്നെയാണ്. ക്ലാസ്സിൽ വരുന്ന, അത് കുട്ടിയായാലും വലിയ ഒരാളാണെങ്കിലും പെൺകുട്ടിയാണെങ്കിലും, ഞാൻ അവർക്ക് പറയുന്ന ഒരൊറ്റ ഒരു ഉറപ്പേ കൊടുക്കാറുള്ളൂ. ചിലർ വന്ന് ചോദിക്കും, ഞങ്ങളിത് പഠിച്ചാൽ ബ്രൂസ്ലിയെ പോലെ ഫൈറ്റ് ചെയ്യാൻ പറ്റുമോ, ജാക്കി ചാനെ പോലെ തൊഴിക്കാൻ പറ്റുമോ എന്നൊക്കെ ചോദിക്കാറുണ്ട്. ഞാൻ ഇവരോട് പറയുന്നത്, അതൊക്കെ ചെയ്യാൻ പറ്റുമോ പറ്റത്തില്ലയോ എന്നുള്ളത് ഡിപ്പെൻസ് ആണ്. നിങ്ങൾ ഇത് ട്രെയിൻ ചെയ്യുന്ന പോലെ ഇരിക്കും. പക്ഷെ എനിക്ക് ഒരു ഉറപ്പ് തരാൻ പറ്റും. ആ ഉറപ്പ് ഇത്രയേ ഉള്ളൂ. നിങ്ങൾ ഒരു സിറ്റുവേഷനിൽ ഫൈറ്റ് ചെയ്യേണ്ടതായിട്ട് വന്നാൽ, നിങ്ങളുടെ പ്രതിയോഗി ഇടിച്ച് അല്ലെ തെള്ളി താഴെ ഇട്ടു, നിങ്ങൾ പോയി കിടക്കുന്ന ഒരു കമ്പിൻ്റെ അടുത്താണെങ്കിൽ ഈ കമ്പെടുത്ത് അടിക്കാൻ നിങ്ങൾക്കൊരു മെൻറ്റാലിറ്റി വേണം. ആ മെൻറ്റാലിറ്റി ഉറപ്പായിട്ട് ഇത് പ്രാക്ടീസ് ചെയ്താൽ ഉണ്ടാവും. ഇതെനിക്ക് ഉറപ്പ് തരാൻ പറ്റും. മാഷിൻ്റെ അക്കാഡമിയിൽ നിന്നും അവിടെ പഠിക്കാൻ വന്നിട്ട് ലൈഫ് തന്നെ ചേഞ്ച് ആയി പോയ ഏതെങ്കിലും ഒരു സ്റ്റുഡൻ്റ് ഉണ്ടോ? ഉണ്ടെന്നുണ്ടെങ്കിൽ ജസ്റ്റ് അവരെക്കുറിച്ച് ഒന്ന് സംസാരിക്കാൻ പറ്റുമോ? ഒരു ബുദ്ധിമുട്ടുമില്ല, വളരെ സന്തോഷമുള്ളൂ അയാളെക്കുറിച്ച് പറയാൻ. എൻ്റെ വീട് പെരിങ്ങര എന്ന് പറയുന്ന സ്ഥലത്താണ്. അവിടെ ഗണപതി ക്ഷേത്രത്തിൽ പോയിട്ട് അവിടെ ആൽത്തറയിൽ ഇരിക്കുകയാണ്. വണ്ണമൊക്കെ ഒരു ചബ്ബിയായിട്ടുള്ളൊരു പയ്യൻ. അയാൾ വന്നു. അയാളെ കൊച്ചിലോട്ട് എനിക്കറിയാം. അപ്പോൾ എന്നോട് പറയണ, എനിക്കൊരു ഹെൽപ്പ് വേണം. ഞാൻ എന്താ വേണ്ടേ? എൻ്റെ കല്യാണം തീരുമാനിച്ചു. അപ്പോൾ എനിക്കിപ്പോൾ 102 കിലോ ഉണ്ട്. എനിക്കൊന്ന് വെയിറ്റ് കുറച്ച് തരണം കല്യാണത്തിന് മുമ്പായിട്ട് എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ അവനോട് പറഞ്ഞൊരു കാര്യം ചെയ്യും, ഞാൻ നിനക്ക് വാട്സപ്പിൽ എന്തൊക്കെ ചെയ്യണം എന്നുള്ളത് വീട്ടിൽ തന്നെ ചെയ്യാൻ പറ്റുന്ന കുറച്ച് വർക്കൗട്ട് സെറ്റ് ചെയ്ത് തരാം. അതിൻ്റെ കൂട്ടത്തിൽ നിനക്ക് ഒരു ഡയറ്റ് ഇട്ട് തരാം. ഇത് രണ്ടും നീ ഒന്ന് ഫോളോ ചെയ്ത് നോക്ക്, നിനക്ക് മാറ്റം ഉണ്ടാവും. ഞാനിത് പറഞ്ഞിട്ട് പോയി. ഇയാൾ ചെയ്യുമെന്നൊന്നും ഞാൻ വിചാരിച്ചില്ല. 10 ദിവസത്തേക്കാണ് ഞാൻ വർക്കൗട്ടും കൊടുത്ത് ഡയറ്റും കൊടുത്തത്. കാര്യം ഇയാൾ ചെയ്യുമല്ലോ എന്നും എനിക്ക് അറിഞ്ഞുകൂടല്ലോ. 10 ദിവസം കഴിഞ്ഞിട്ട് നീ എന്നെ വിളിക്കുക, എന്നിട്ട് ബാക്കി പറയാമെന്നാണ് പറഞ്ഞത്. ഈ 10ാമത്തെ ദിവസം കഴിഞ്ഞ് ഇവൻ എന്നെ വിളിച്ചു. ഇവൻ വിളിച്ചിട്ട് പറഞ്ഞ്, അണ്ണൻ പറഞ്ഞ വർക്കൗട്ടൊക്കെ ചെയ്യുന്നുണ്ട്, ഡയറ്റും ഒക്കെ ഫോളോ ചെയ്യുന്നുണ്ടോ? അപ്പം എനിക്കൊരു ഒരു പോസിറ്റീവ് കൊള്ളാമല്ലോ. ഇവൻ ഇന്നെ ഇങ്ങോട്ട് കോൺടാക്ട് ചെയ്തില്ല. അപ്പം ഞാൻ പറഞ്ഞു, ശരി നമുക്കെന്നാൽ ചെറുതായിട്ട് തുടങ്ങാമെന്ന് പറഞ്ഞ് പിന്നെ ഞങ്ങൾ ഗ്രൗണ്ടിലൊക്കെ പോയി അങ്ങനെ ചെറിയ രീതിയിൽ വർക്കൗട്ടൊക്കെ ചെയ്ത് എൻ്റെ കൂട്ടത്തിൽ അവനെ കൊണ്ടുവന്നു. അതൊന്നും മാർഷൽ ആർട്സ് വർക്കൗട്ടല്ല കേട്ടോ, എല്ലാം എന്താ പറയുന്നത്, കാർഡിയോ വർക്കൗട്ടുകൾ, ഫിറ്റ്നസ് വർക്കൗട്ടുകളെല്ലാം അങ്ങനെ ചെയ്ത് കുറച്ച് ഓടുക, അങ്ങനെയുള്ള ജിമ്മിങ് ജാക്സ് ചെയ്യുക, അങ്ങനെയുള്ള ചെറിയ വർക്കൗട്ടുകളൊക്കെ ചെയ്ത് ഡയറ്റൊക്കെ കൊടുത്തു. അവസാനം കല്യാണമായ സമയത്ത് ഇവന് 10 കിലോ വെയിറ്റ് കുറഞ്ഞു. അപ്പം ഇവന് തന്നെ വളരെ സന്തോഷമായി, എനിക്ക് സന്തോഷമായി. കാര്യം ഇവനിത് പറഞ്ഞെല്ലാം ചെയ്തല്ലോ എന്നുള്ളൊരു സന്തോഷമായിരുന്നു എനിക്കുണ്ടായിരുന്നു. അപ്പം അങ്ങനെ ഇത് കല്യാണം എല്ലാം കഴിഞ്ഞ് അവന് വേറൊരു ലൈഫിലേക്ക് പോയി. ഇതെല്ലാം കഴിഞ്ഞ് 2 ആഴ്ച കഴിയുമ്പോൾ വീണ്ടും എന്നെ കോൺടാക്ട് ചെയ്തു. അണ്ണൻ ഇനി കരാട്ടെ ക്ലാസ് ഒന്നും എടുക്കുന്നില്ലേ എന്ന് ചോദിച്ചു. അപ്പം ഞാൻ പറഞ്ഞാൽ എടുക്കാനൊരു സ്പേസ് ഒന്നും ഇല്ല, അങ്ങനെയാണ് ഉള്ളതെന്ന് പറഞ്ഞു. അപ്പോൾ അതെന്താണെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞാൽ ഇച്ചിരി ഫിനാൻഷ്യലി ഒക്കെ ഇച്ചിരി ബുദ്ധിമുട്ടായിട്ടിരിക്കുക, അതുകൊണ്ട് എടുക്കാൻ എനിക്ക് സ്പേസ് ഒന്നുമില്ല, അതാണ് എൻ്റെ പ്രശ്നം എന്ന് പറഞ്ഞു. അപ്പോൾ ഇവന് മുൻകൈ എടുത്തിട്ട്, ഇവനും പിന്നെ രംഗനാഥ് കൃഷ്ണ എന്ന് പറഞ്ഞിട്ടൊരു ചേട്ടനുണ്ട് മാതൃഭൂമി പത്രത്തിൽ. അപ്പോൾ ഈ ചേട്ടനും പിന്നെ ഒരു അരുൺ എന്ന് പറഞ്ഞ ചേട്ടൻ, ഇവരെല്ലാവരും കൂടി മുൻകൈ എടുത്തിട്ട് എനിക്ക് ഒരു സ്ഥലം വാടകയ്ക്ക് എടുത്ത് തരികയും അതിന് ഡെപ്പോസിറ്റ് അടയ്ക്കേണ്ട പൈസ ഈ ബാലശങ്കർ തന്നെ കൊടുത്തിട്ട് എന്നെ അവിടെ ട്രെയിനിങ് സ്റ്റാർട്ട് ചെയ്യിപ്പിച്ചു. ഇവനെ ഫൈറ്റൊന്നും പഠിക്കേണ്ട, എനിക്ക് ഇടിയുള്ളതൊന്നും ഇഷ്ടമില്ല അണ്ണ എന്ന് പറഞ്ഞ് വന്ന ഒരാളാണ്. ഇപ്പോൾ ഇവൻ്റെ അവസ്ഥ എന്ന് പറയുന്നത്, ഇവൻ കഴിഞ്ഞ നാഷണൽ ടൂർണമെൻ്റ് അടിച്ച് ആദ്യത്തെ 4 പ്ലേസിൽ ഒരു പ്ലേസ് ഇവന് കരസ്ഥമാക്കാൻ സാധിച്ചു. അതുകൂടാതെ നിലവിൽ ഇപ്പോൾ ഈ 102 കിലോ ഉള്ളവൻ 6 പാക്കാണ്. അവൻ്റെ വർക്കൗട്ട് കൊണ്ട് മാത്രം കേട്ടോ, അവൻ 6 പാക്കാണ്. ഇപ്പോൾ എൻ്റെ ഇഴിഞ്ഞില്ലം ജിമ്മിൽ ഞാനും അവനും കൂടിയാണ് അത് ചെയ്യുന്നത്. അവിടെ ഫുൾ ടൈം ട്രെയിനറായിട്ട് അവൻ മാറി. അവനിത് സ്വന്തം പ്രൊഫഷനാക്കി മാറ്റി. അവനിപ്പോൾ എന്താ പറയുന്നത്, ഇനി വരുന്ന അടുത്ത ടൂർണമെൻറ്റ് അടിക്കാൻ വേണ്ടിയിട്ട് പ്രിപ്പയർ ചെയ്തുകൊണ്ടിരിക്കുക ഇപ്പോൾ. പക്ഷേ അതുപോലെ ആദ്യ ദിവസം അത്ര കോൺഫിഡൻസ് ഒന്നും ഇല്ലാതെ വന്ന് ജോയിൻ ചെയ്ത ഒരാൾ പിന്നീട് കംപ്ലീറ്റ്ലി ട്രാൻസ്ഫോം ആയിട്ടുള്ള അങ്ങനെ ആരെങ്കിലും ഉണ്ടോ? പ്രധാനമായിട്ട് 2 പേരുണ്ട്. അതിൽ 2 പേരെയും കുറിച്ച് പറയാതിരുന്നാൽ തെറ്റായിപ്പോവും. ഒരാളുടെ പേരെടുത്ത് പറയാം, ഒരാളുടെ പേരെടുത്ത് പറയത്തില്ല. ശരി, അങ്ങനെ സംസാരിക്കാതെ. ഇപ്പോൾ എൻ്റെ അടുക്കൽ നാടും പറയത്തില്ല, ചിലപ്പോൾ ആളുകൾക്ക് മനസ്സിലായ മോശമല്ലേ. അയാളുടെ പെർമിഷൻ ഇല്ലാത്തതുകൊണ്ടാണ് അയാളുടെ പേര് പറയാത്തത്. ഞാൻ അയാളോട് ചോദിച്ചില്ല, ഇത് ഇങ്ങനൊരു ചോദ്യം
വരും എന്നുള്ളത് മനസ്സിലാവാത്തതുകൊണ്ട് അയാൾ ചോദിച്ചില്ല. ഓക്കെ. അതുകൊണ്ട് അയാളുടെ പേര് ഞാൻ പറയുന്നില്ല. അപ്പോൾ ഒരു ദിവസം എന്നെ വന്ന് കണ്ടിട്ട് എന്നോട് പറഞ്ഞു, മാഷേ എനിക്ക് ഒരു പ്രശ്നമുണ്ട്, മാഷിന് അറിയാമല്ലോ ഞാൻ നന്നായിട്ട് മദ്യപിക്കുന്ന ഒരു പ്രശ്നമായതുകൊണ്ടല്ല. എൻ്റെ പ്രശ്നം, എൻ്റെ ബിസിനസ് എല്ലാം കഴിഞ്ഞിട്ട് ഞാൻ വൈകുന്നേരം തിരുവല്ലയിൽ ഒരു ഫേമസ് ആയിട്ടുള്ളൊരു ബാറിൽ പോകും. ആ പോകുന്ന സമയത്ത് എൻ്റെ കമ്പനിക്കാരെല്ലാം അവിടെ വീഴും. എൻ്റെ പോക്കറ്റിൽ എത്ര രൂപയുണ്ടോ അത്രയും രൂപയ്ക്ക് ഞാൻ അവർക്കും മദ്യം മേടിച്ച് കൊടുക്കും, ഞാനും മദ്യപിക്കും. എന്നിട്ട് ഞാൻ തിരിച്ച് വീട്ടിൽ വരും. വീട്ടിൽ വന്നു കഴിയുമ്പോൾ ഞാൻ തന്നെ, എനിക്ക് എൻ്റെ മൂഡ് വേറൊരു രീതിയിലാവും. ഒന്നാമതെ ഇത്രയും പൈസ ഞാൻ ചിലവാക്കിയല്ലോ എന്നുള്ളൊരു ധാരണ ഈ ചിലവാക്കി കഴിയുമ്പോൾ എനിക്ക് ഉണ്ടാവുന്നത്. രണ്ട്, ഈ മദ്യത്തിൻ്റെ ഒരു ലഹരിയും എല്ലാം കൂടെ വന്ന് ഞാൻ വീട്ടിൽ കിടന്നിട്ട് അങ്ങ് അലമ്പ് കാണിക്കും. പിറ്റേ ദിവസം രാവിലെ എഴുന്നേറ്റ് കഴിയുമ്പം എനിക്ക് അതിനകത്തൊരു റിഗ്രറ്റൊക്കെ ഫീലാവും. ഞാൻ എൻ്റെ വൈഫിനോടും കുഞ്ഞുങ്ങളോടൊക്കെ ഹാഷായിട്ട് സംസാരിച്ചല്ലോ, എന്തിനാ ഇതിനൊക്കെ, എനിക്ക് മദ്യപിക്കേണ്ട എന്നുള്ളൊരു തോന്നൽ തന്നെ രാവിലെ എഴുന്നേക്കുന്നത്. പക്ഷേ എനിക്ക് അതിലേക്ക് പറ്റത്തില്ല. വൈകുന്നേരം ആകുമ്പോഴത്തേക്കിന് ഞാനങ്ങ് എൻ്റെ മൊത്തത്തിലുള്ള കൺട്രോൾ പോയി ഞാനങ്ങ് മാറുമെന്ന് പറഞ്ഞു. ഞാൻ എന്നെക്കൊണ്ട് പറ്റുമോ ഈ കരാട്ടയൊക്കെ, ഞാൻ മാഷിൻ്റെ കൂടെ വന്നാൽ മാഷ് എന്നെ ഒന്ന് ഹെൽപ്പ് ചെയ്യാമോ എന്ന് ചോദിച്ചു. അപ്പം ഞാൻ പറഞ്ഞു, ചേട്ടാ എന്നെക്കൊണ്ട് ചേട്ടന് ഹെൽപ്പ് ചെയ്യാൻ പറ്റും, പക്ഷേ ഒരു കാര്യം, ഞാൻ ചിലപ്പോൾ ചേട്ടനോട് ഹാഷായിട്ടൊക്കെ അങ്ങോട്ട് സംസാരിക്കും, അതൊന്നും ചേട്ടന് കുഴപ്പമുണ്ടാവില്ലെന്ന് പറഞ്ഞു. എന്നോട് അദ്ദേഹം പറഞ്ഞത്, മാഷ് എന്നെ അടിച്ചാലും കുഴപ്പമില്ല, എനിക്കൊന്ന് മാറണമെന്നുണ്ട്, പക്ഷെ മാറത്തില്ല. കാര്യം ആ സമയമാകുമ്പോൾ എൻ്റെ ഫോൺ ആരെങ്കിലും വിളിക്കും, ബിസിനസ്സിൻ്റെ കാര്യമായിരിക്കും, ചിലപ്പോൾ ഞാൻ അങ്ങോട്ട് പോയി കഴിഞ്ഞ് പിന്നെ അവരുമായിട്ട് കൂടിയിട്ടൊക്കെ വരത്തും എന്ന് പറഞ്ഞു. വൈകുന്നേരമാകും. നമ്മളെ സംബന്ധിച്ച് മാർഷൽ ആർട്സിൻ്റെ ക്ലാസ്സുകളെല്ലാം വൈകുന്നേരങ്ങളിലുള്ളത്. അപ്പം ഞാനങ്ങ് മെനക്കെടാമെന്ന് തീരുമാനിച്ചു. കാര്യം എനിക്ക് പ്രത്യേകിച്ച് ആ സമയത്ത് വേറെ കാര്യങ്ങളൊന്നും ഇല്ലാത്തത് കൊണ്ടും അന്ന് ഇത്രയും തിരക്കില്ല, എനിക്ക് ഇത്രയും ക്ലാസ്സുകളില്ല. അതുകൊണ്ട് എനിക്ക് 1-2 ക്ലാസ്സുകളേ ഉള്ളൂ. അതുകൊണ്ട് എനിക്ക് കുറച്ചുകൂടി ഫ്രീ ആകാൻ പറ്റുന്നൊരവസ്ഥയാണ്. ഞാനെന്താ ചെയ്യാമെന്ന് വെച്ച് കഴിഞ്ഞാൽ, വൈകുന്നേരം ഒരു 5 മണി 5:30 കഴിയുമ്പോഴത്തേക്കിന് നേരെ ആളുടെ വീടിൻ്റെ വാതിൽക്കൽ പോയി നിൽക്കും. കാര്യം എനിക്കും എൻ്റെ വീട്, എൻ്റെ കുടുംബം, ഞാൻ ജനിച്ചു വളർന്ന ഒരു ഷാപ്പിൻ്റെ പുറകിലാണ്, പെരിങ്ങര ഷാപ്പിൻ്റെ പുറകിലാണ്. അപ്പോൾ ഈ ഒരു മദ്യപിക്കുന്ന ആളുകൾ ഉണ്ടാക്കുന്ന പ്രശ്നങ്ങൾ എന്തൊക്കെയാണെന്ന് കണ്ടു വളർന്നതുകൊണ്ട് തന്നെ എനിക്ക് ഈ മദ്യപിക്കുന്ന ആളുകളെ മദ്യപിക്കാതിരുന്നാൽ വളരെ സന്തോഷമായിരിക്കും. ഞാൻ മദ്യപിക്കത്തില്ല, അപ്പോൾ വേറൊരാളും മദ്യപിക്കുന്ന ഒരാളാണെങ്കിൽ അവരെ മദ്യപിക്കാതെ കൊണ്ടുപോകണമെന്ന് ഭയങ്കര ആഗ്രഹമുള്ള ആളാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ഒരു മനസ്സിൽ ഇതുകൂടെ ഉള്ളതുകൊണ്ട് ഞാൻ വൈകുന്നേരം 5:30 ആകുമ്പോഴത്തേക്ക് നേരെ പോയി നിൽക്കും. പുള്ളിയുടെ ബിസിനസ്സും എല്ലാം കഴിഞ്ഞ് ആദ്യത്തെ റൗണ്ട് വീട്ടിൽ വരുമ്പം പുള്ളി അവിടുന്ന് ഞാൻ അറസ്റ്റ് ചെയ്യും. ആദ്യത്തെ ദിവസം പുള്ളി ഇങ്ങനെയൊക്കെ പറഞ്ഞെങ്കിലും ആദ്യത്തെ 1.5 ആഴ്ച പുള്ളിക്ക് എന്നോട് ഭയങ്കര ദേഷ്യമായിരുന്നു. മാഷെ എനിക്ക് പോയില്ലേ പറ്റത്തുള്ളൂ, നിങ്ങൾ എനിക്ക് കൊണ്ടുതരുമോ എന്നൊക്കെയുള്ള ഭയങ്കര തോന്നും. ഞാൻ എന്തെങ്കിലുമൊക്കെ പറഞ്ഞ് പുള്ളിയെ കൊണ്ട് നേരെ ക്ലാസ്സിൽ വരും. ക്ലാസ്സിൽ വരുമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരുടെ ക്ലാസ് തുടങ്ങുന്ന 7:15 പക്ഷെ ഞാൻ 5:30 പുള്ളിയെ വിളിച്ചുകൊണ്ട് പോകും. പോയിട്ട് 6 മണി തൊട്ട് 7 മണി വരെയുള്ള കിഡ്സിൻ്റെ ക്ലാസ് ഉണ്ട്. ആ സമയത്ത് പുള്ളി അവിടെ ഇരുത്തും. ക്ലാസ് കഴിഞ്ഞിട്ട് അടുത്ത ക്ലാസ്സിൽ പുള്ളിയെ ഇതെല്ലാം ആക്കിയിട്ട് ട്രെയിൻ ചെയ്യിപ്പിക്കും. അങ്ങനെ ഞാനൊരു 1.5 ആഴ്ച പുള്ളി ഭയങ്കരമായിട്ട് എന്താ പറയുന്നത്, ഒന്ന് ചാടി പോകാനൊക്കെ നോക്കി. പക്ഷെ ഞാൻ കൈയോടെ പിടിച്ചു. അങ്ങനെ അതിനുശേഷം പിന്നീടുണ്ടായ കാര്യം, ഞാൻ വിചാരിച്ച എന്തെങ്കിലും എനിക്ക് പറ്റാത്തൊരു ദിവസം പുള്ളി തിരിച്ച് പഴയ പോലെ ആവും എന്നാണ് വിചാരിച്ചത്. പക്ഷെ എന്നെ അത്ഭുതപ്പെടുത്തിക്കൊണ്ട് ഇപ്പോൾ ഉണ്ടായ കാര്യം എന്ന് പറയുന്നത്, പുള്ളി കംപ്ലീറ്റ്ലി മദ്യപാനം സ്റ്റോപ്പ് ചെയ്തു. പുള്ളി അതെല്ലാം കഴിഞ്ഞിട്ട് ഒരു 6-7 മാസം കഴിഞ്ഞിട്ട് എന്നോട് പറഞ്ഞൊരു കമൻറ്റ് ഇതാണ്, പക്ഷേ ഈ വൈകുന്നേരം ആകുമ്പോൾ ഞാൻ കുറച്ച് ഡീലിങ്ങൊക്കെ നടത്തി, ബിസിനസ്സിൻ്റെ ഡീലിംഗ് എല്ലാം നടത്തി ബാറിൽ ചെന്ന് കഴിഞ്ഞാൽ എൻ്റെ കയ്യിലുള്ള പൈസ മൊത്തം പോകുമായിരുന്നു. ഇപ്പോൾ എനിക്ക് എൻ്റെ കയ്യിൽ പൈസയുണ്ട്, പോക്കറ്റിലുള്ള പൈസ അവിടെ തന്നെയാണ്. അതുകൊണ്ട് ഇപ്പോൾ ഉള്ളൊരു പ്രശ്നം, ഞാൻ അമിതമായിട്ട് ആഹാരം കഴിക്കുക, നീ അതൊന്ന് എങ്ങനെയൊന്ന് കൺട്രോൾ ചെയ്യണം എന്നുള്ളതാണ് പറഞ്ഞത്. അപ്പം ഞാൻ പറഞ്ഞത്, അങ്ങനെ ഒരു ട്രാൻസ്ഫർമേഷൻ ഉണ്ടായ ഒരാളുടെ ഒരു കാര്യം എനിക്ക് ഓർമ്മ വരുന്നുണ്ട്. പിന്നീട് വേറൊരാളുണ്ട്, എനിക്കൊരു ഫേസ്ബുക്കിലൊരു മെസ്സേജ് വരികയാണ്. അതായത്, സാർ ഞാൻ എറണാകുളത്തുനിന്ന് എന്താ പറയുന്നത് കോണ്ടാക്റ്റ് ചെയ്യുകയാണ്, എനിക്ക് 106 കിലോയുണ്ട്, എനിക്കൊരു ട്രാൻസ്ഫർമേഷൻ വേണം, ഒന്ന് ഹെൽപ്പ് ചെയ്യുമോ എന്ന് ചോദിച്ചാണ് എന്നെ കോണ്ടാക്റ്റ് ചെയ്യുന്നത്. ഞാൻ എന്താ പറയുക, അങ്ങനെ പറഞ്ഞു, എനിക്ക് എറണാകുളത്ത് ക്ലാസ്സൊന്നുമില്ല. അങ്ങനെ ഓൺലൈനിൽ ഞാൻ അയാൾക്ക് ട്രെയിനിങ് കൊടുത്തു. ഒരു ലേഡിയാണ്. ഓൺലൈനിൽ ഞാൻ അയാൾക്ക് എന്താ പറയുക ഡയറ്റ് സെറ്റ് ചെയ്ത് കൊടുത്തു. അങ്ങനെ 108 എന്നുള്ളത് അയാളുടെ വർക്കൗട്ട്, അയാളുടെ കഠിനാധ്വാനം, അതുകൊണ്ട് മാത്രം അയാൾ 108 എന്നുള്ളത് 90 85 82 72 75 75 70 ആയപ്പോൾ എന്നോട് പറഞ്ഞു,
അപ്പോൾ ഇയാൾ അന്നേരത്തേക്ക് നന്നായിട്ട് സുംബയൊക്കെ ചെയ്യുന്നുണ്ട്, നല്ലപോലെ വർക്കൗട്ട് ചെയ്യാൻ തുടങ്ങി, ഈ ഫ്ലെക്സിബിലിറ്റിയൊക്കെ ഫുൾ സ്ട്രെച്ചായി, അങ്ങനെ നല്ല മാറ്റം, നല്ലൊരു ട്രാൻസ്ഫോർമേഷൻ അയാൾക്ക് ഉണ്ടായി. അപ്പോൾ ഞാൻ അയാൾക്ക് അടുത്ത അഡ്വൈസ് കൊടുത്തത്, എന്നാൽ പിന്നെ ഇയാൾ ഈ ഒരു പ്രൊഫഷൻ നോക്ക്, നല്ലതായിരിക്കത്തില്ലേ എന്ന് ചോദിച്ചു. അങ്ങനെ ഇയാൾ യോഗ പഠിച്ചു, യോഗയുടെ സർട്ടിഫൈഡ് ട്രെയിനറായി, സുംബ ചെയ്യാൻ തുടങ്ങി. പിന്നെ സ്വന്തമായിട്ട് ക്ലാസ് ഇട്ടു, ക്ലാസ്സിൽ ലേഡീസിനെ ട്രെയിൻ ചെയ്യിപ്പിക്കാൻ തുടങ്ങി. അങ്ങനെ മുന്നോട്ട് പോയി ഇപ്പോൾ ആളെൻ്റെ വീട്ടിലുണ്ട്. എൻ്റെ വൈഫാണ്, സന്ധ്യ എന്നാണ് ആളുടെ പേര്. ശരി. ഓക്കെ, അപ്പോൾ അങ്ങനെ ഒരു ട്രാൻസ്ഫർമേഷനും ഉണ്ടായിട്ടുണ്ട്. ഓക്കെ, എന്താ പറയുക, അയാൾ ട്രെയിനറാണ്. അയാൾ ഇപ്പം റീസെൻ്റ്ലി ഒരു 8-9 മാസത്തിന് മുൻപ് വരെ എൻ്റെ കൂടെ കരാട്ടയും ട്രെയിൻ ചെയ്യുന്നുണ്ടായിരുന്നു. ഓറഞ്ച് ബെൽറ്റ് വരെ ചെയ്ത്, ഫസ്റ്റ് ബെൽറ്റ് കിട്ടിയിരുന്നു. ഇപ്പോൾ പ്രഗ്നൻ്റ് ആണ്, വീട്ടിലാണുള്ളത്. അപ്പോൾ അങ്ങനെ ഒരു ട്രാൻസ്ഫർമേഷൻ ഉണ്ടായിട്ടുണ്ട്. അയാളുടെ ഒരു കഠിനാധ്വാനമായിരുന്നു. അയാൾ 108 കിലോയുള്ള സമയത്ത് അയാളെ കുറേ ആളുകൾ ഇങ്ങനെ കളിയാക്കലും ഇങ്ങനെ കുറേ കാര്യങ്ങളൊക്കെ നേരിട്ട ഒരാളാണ്. അപ്പോൾ അയാൾക്കൊരു വലിയൊരു ട്രാൻസ്ഫോർമേഷൻ കിട്ടി. നമ്മുടെ അക്കാഡമിയിലോട്ട്, ഇൻസ്റ്റിറ്റ്യൂട്ടിലോട്ട് കുട്ടികളെ കൊണ്ടുവിടുന്ന പേരൻസിനോട് മാഷിന് പറയാനുള്ള ഒരു മെസ്സേജ് എന്താണ്? എനിക്ക് കുറേ നാളുടെ നല്ലൊരു ചോദ്യം കേട്ടോ. കുറേ നാളായിട്ട് ആരോടെങ്കിലും ഇത് പറയണമെന്നുണ്ടായിരുന്നു. പേരൻസിനോട് ഇത് ഡയറക്റ്റ് പോയി പറഞ്ഞാൽ ചിലപ്പോൾ അവർ കുട്ടി അന്നേരം തന്നെ ക്ലാസ്സിൽ നിന്ന് നിർത്തും. അപ്പോൾ ഇതൊരു വേദി ആയിക്കോട്ടെ. നിങ്ങൾ കുട്ടികളെ കൊണ്ടുവിടുമ്പോൾ നിങ്ങൾ പറയുന്നത് ഇതുപോലെയാണ്, ആക്റ്റീവ് അല്ല, ഒന്ന് ആക്റ്റീവ് ആക്കണം, അല്ലെങ്കിൽ അവൻ ഭയങ്കര സൈലൻ്റ് ആണ്, അവന് ഭയങ്കര പേടിയാണ്, ഇങ്ങനെയൊക്കെ പറഞ്ഞാണ് നിങ്ങൾ കൊണ്ടുവിടുന്നത്. ഇപ്പോൾ ഒരു ട്രെയിനറിനെ സംബന്ധിച്ച് ഒരു കുട്ടിക്ക് ഒരു മാറ്റം ഉണ്ടാക്കി എടുക്കുക എന്ന് പറയുന്നത് അവൻ്റെ മാക്സിമം എഫേർട്ട് അവിടെ ഇടുക. അതിനകത്ത് കിക്കും പഞ്ചും എല്ലാം പഠിപ്പിച്ച് അവനെ ആ ഒരു രീതിയിൽ പേടിയുള്ളവനെ ഫൈറ്റ് ചെയ്യാൻ പ്രാപ്തനാക്കും. അല്ലെങ്കിൽ മിങ്കിൾ ചെയ്യാത്തവനെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു ഗ്രൂപ്പ് സെഷനിലൊക്കെ ഇട്ട് അവനെ ആ ഒരു രീതിയിലേക്ക് അത്രയും എഫേർട്ട് ഇട്ടാണ് ഒരാളെ നമ്മൾ പിക്ക് ചെയ്ത് മുന്നോട്ട് കൊണ്ടുവരുന്നത്. നല്ലൊരു പെർഫോമറായിട്ട് നമ്മളുടെ ടൈം മുഴുവൻ സ്പെൻഡ് ചെയ്ത് ഇവനെ നല്ലൊരു പെർഫോമറായിട്ട് ആക്കി നമ്മളുടെ സെൻറ്ററിലെ തന്നെ ആദ്യത്തെ ഒരു 10 സൂപ്പർ ടാലൻ്റ് ഉള്ള കുട്ടികളിൽ ഒരാളാക്കി മാറ്റും. എന്നുവെച്ചാൽ ആ ഒരു രീതിയിലേക്ക് നമ്മൾ കൊണ്ടുവരിക. ഒന്നുകിൽ അവനൊരു 10ാം ക്ലാസ്സിലോട്ട് കയറുന്ന സമയമായിരിക്കും. അപ്പോൾ പേരൻറ്റ് വന്ന് പറയും, അതെ മാഷേ, ഈ വർഷം അവനൊന്ന് ഡിസ്കണ്ടിന്യൂ ആവുക, കാര്യം 10ാം ക്ലാസ്സിലാണ്, അപ്പോൾ ഇനി ഒരു വർഷം ഇവനെ പഠിത്തത്തിലൊന്ന് ഫോക്കസ് ചെയ്യണം, അതുകൊണ്ട് ഈ ഒരു വർഷത്തേക്ക് അവൻ കാണത്തില്ല എന്നൊരു വർത്തമാനം പറയും. നമ്മുടെ നെഞ്ചിലൊരു ഇടിമിന്നായമായിരിക്കും പായുന്നത്. കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ പ്ലാൻ ചെയ്തിരിക്കുന്ന അത് കഴിയുമ്പോൾ ഇവനെ ഇങ്ങനെ ട്രെയിൻ ചെയ്യിപ്പിച്ചെടുത്താൽ ഒരു വർഷം കൂടെ കഴിയുമ്പോൾ ഒരു ചെറിയൊരു അമച്ചർ ടൂർണമെൻറ്റ് ഇറക്കണം, അവനെ കുറച്ചുകൂടെ ഒന്ന് മുന്നിലേക്ക് കൊണ്ടുവരണം എന്നൊക്കെ പ്ലാൻ ചെയ്ത് അത്രയും എഫേർട്ട് ഇട്ടായിരിക്കും അവനെ നമ്മൾ കാച്ചി മിനുക്കിയ പൊന്നെന്നൊക്കെ പറയുന്ന പോലെ റെഡിയാക്കി വെച്ചിരിക്കുമായിരിക്കും. അപ്പോൾ എനിക്ക് ചോദിക്കാനുള്ളൊരു ചോദ്യം, അത് ആകെ കൂടെ 2 ക്ലാസ്സാണ് ഒരു കുട്ടിക്ക് നമ്മൾ ഇവിടെ കൊടുക്കുന്നത്. അത് 1 മണിക്കൂറേ മാക്സിമം ഉള്ളൂ ഒരു കുട്ടിക്ക് കിട്ടുന്നുള്ളൂ, 1-1.25 മണിക്കൂറേ കിട്ടുന്നുള്ളൂ ഒരു ക്ലാസ് എന്ന് പറയുന്നത്. അപ്പോൾ ആഴ്ചയിൽ 2 ദിവസം 1 മണിക്കൂർ എന്ന് പറയുമ്പോൾ 2 മണിക്കൂറാണ് ആഴ്ചയിൽ ഈ മാർഷൽ ആർട്സിന് പോകുന്നത്. അപ്പോൾ ഈ 2 മണിക്കൂർ കൊണ്ടാണോ നമ്മുടെ കുട്ടി ക്ലാസ്സിൽ ഫസ്റ്റ് ആവാൻ പോകുന്നത്? അത് നമ്മളൊന്ന് ചിന്തിക്കേണ്ട കാര്യമാണ്. ഈ അക്കാഡമിക് പോലെ തന്നെ പ്രാധാന്യമായിട്ടുള്ളൊരു കാര്യമല്ലേ അവൻ്റെ ആരോഗ്യവും. അപ്പോൾ അവൻ്റെ മാനസിക ആരോഗ്യവും ശാരീരിക ആരോഗ്യവും ശരിയായാൽ മാത്രമല്ലേ അവന് കൂടുതൽ പഠിക്കാനൊരു ഇൻട്രസ്റ്റ് ഉണ്ടാകത്തുള്ളൂ. അപ്പം നമ്മൾ അങ്ങനെയൊന്നും ചിന്തിക്കേണ്ടേ. അല്ലാതെ നമ്മൾ ഒരു 10ാം ക്ലാസ് ആയി എന്ന് പറഞ്ഞിട്ട് അവനെ അവിടെ സ്റ്റോപ്പ് ചെയ്യുന്ന സമയത്ത് നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം, ഒരു വർഷം ഗ്യാപ്പ് എടുത്തിട്ട് പിന്നെ വീണ്ടും അവൻ തിരിച്ച് അക്കാഡമിയിലേക്ക് എത്തുന്ന സമയത്ത് വീണ്ടും ഇവൻ ഒന്നേന്ന് സ്റ്റാർട്ട് ചെയ്യേണ്ടി വരും. കാര്യം മാർഷൽ ആർട്സിന് അങ്ങനെ ഒരു പ്രശ്നമുണ്ട്. നമ്മളുടെ പെർഫോമൻസ് നമുക്കറിയാം എന്തൊക്കെയാണ് ചെയ്യണമെന്ന് അറിയായിരിക്കും, പക്ഷെ നമ്മുടെ പെർഫോമൻസിൻ്റെ ഗ്രാഫ് താന്നോട്ട് പോകും. നമ്മൾ പിന്നെയും ആ ട്രെയിനർ വീണ്ടും അവനെ ഒന്നേന്ന് പിന്നെയും കൊണ്ടുവന്ന് വീണ്ടും അവനെ പഴയ പോലെ ആക്കണമെന്നുണ്ടെങ്കിൽ വീണ്ടും ടൈം എടുക്കും. അതിലും നല്ലത് നമുക്ക് പോട്ടെ, അവൻ 10ാം ക്ലാസ്സായി, അതുകൊണ്ട് ആഴ്ചയിൽ 2 ക്ലാസ് അല്ലെങ്കിൽ 3 ക്ലാസ് ഉള്ളത് 1 ക്ലാസ് ആക്കി ഞാൻ കുറയ്ക്കുക എന്ന് ഒരു തീരുമാനം എടുത്താലും കുറച്ചുകൂടി നന്നാവത്തില്ലേ. ഒരു പേരൻറ്റ് പോലും എൻ്റെ മകനെ ഫൈറ്റർ ആക്കണമെന്നോ, അല്ലെങ്കിൽ എൻ്റെ മകനെ ബോക്സർ ആക്കണമെന്നോ, അല്ലെങ്കിൽ എൻ്റെ മകനെ മൈക്ക് ടൈസൺ ആക്കണമെന്നോ ഒന്നും പറഞ്ഞ് കൊണ്ടുവിടുന്നില്ല എന്ന് എനിക്ക് നന്നായിട്ട് അറിയാം. പക്ഷേ നമുക്ക് നമ്മുടെ കുട്ടിയുടെ 10ാം ക്ലാസ്സിലായി എന്ന് പറഞ്ഞ് അവനെ ആ കരാട്ടയിൽ അല്ലെങ്കിൽ മാർഷൽ ആർട്സിൽ നിന്ന് സ്റ്റോപ്പ് ചെയ്യുന്നതിന് പകരം നമുക്ക് അവൻ്റെ അതായത് മാനസികാരോഗ്യവും ശാരീരിക ആരോഗ്യവും എത്രത്തോളം പ്രധാനമാണെന്നുള്ളത് കൂടി നമ്മൾ ചിന്തിക്കേണ്ടേ. അത് അവൻ 10ാം ക്ലാസ്സിലായതുകൊണ്ട് 1 ക്ലാസ്സിനെ വിടത്തുള്ളൂ ആഴ്ചയിൽ എന്നൊരു തീരുമാനത്തിലെത്തിയാൽ കുറച്ചുകൂടി നന്നായിരിക്കത്തില്ലേ. അങ്ങനെ എന്തെങ്കിലും ഒരു തീരുമാനത്തിൽ നമ്മൾ നിന്ന് കഴിഞ്ഞാൽ അത് കുറച്ചുകൂടി നന്നായിരിക്കും. ഒന്ന് ചിന്തിക്കേണ്ടത്, ഒരു ട്രെയിനർ അവൻ്റെ എത്രത്തോളം കഷ്ടപ്പെട്ടിട്ടാണ് ഒരു കുട്ടിയെ നിങ്ങൾ ഉദ്ദേശിക്കുന്ന രീതിയിലേക്ക് ഉണ്ടാക്കി എടുക്കുന്നതെന്നുള്ളത് നമ്മൾ ഒന്ന് ചിന്തിക്കണം. അപ്പം അയാളോട് ഒരു നീതികേടാവത്തില്ലേ അങ്ങനെ പെട്ടെന്നൊന്ന് സ്റ്റോപ്പ് ചെയ്താൽ. അപ്പം അതൊരു റിക്വസ്റ്റാണ്, അങ്ങനെ ചെയ്താൽ, അങ്ങനെ ഒന്ന് ചിന്തിച്ചാൽ നന്നായിരുന്നു. ഓഫ് ബീറ്റ് സ്റ്റുഡിയോയുടെ പ്രേക്ഷകരോട്
മാഷിന് എന്താണ് പറയാനുള്ളത്? പല സ്ഥലങ്ങളിൽ പോകുമ്പോഴും എല്ലാം അവസാനം ഞാൻ ഒരേ കാര്യം പറഞ്ഞ് നിർത്താറുള്ളൂ. അതേ കാര്യമാണ് എനിക്ക് ഓഫ് ബീറ്റിൻ്റെ പ്രേക്ഷകരോടും പറയാനുള്ളത്. അത് ഇതാണ്, നിങ്ങൾ എന്നെ കാണുന്നവർ എൻ്റെ അടുക്കൽ വന്ന് വർക്കൗട്ട് ചെയ്യണമെന്നോ അല്ലെങ്കിൽ അങ്ങനെയൊന്നും അല്ല ഉള്ളത്. നിങ്ങൾ എവിടെയാണെങ്കിലും ഏത് സ്ഥലത്താണെങ്കിലും എവിടെയാണെങ്കിലും നിങ്ങളുടെ ജീവിതത്തിൻ്റെ ഭാഗമാക്കണം നിങ്ങൾ വർക്കൗട്ട്. അത് ഇന്ന വർക്കൗട്ട് ചെയ്യണമെന്നൊന്നും ഒരു നിർബന്ധവും ഇല്ല, മാർഷൽ ആർട്സ് ചെയ്യണമെന്ന് ഒരു നിർബന്ധവും ഇല്ല. നിങ്ങൾക്ക് സൈക്കിൾ ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ നിങ്ങൾ ഒരു സൈക്കിൾ മേടിക്കണം, സൈക്കിൾ ചവിട്ട് സ്റ്റാർട്ട് ചെയ്യണം. അതല്ല നിങ്ങൾക്ക് ഓടാനോ നടക്കാനോ ഒക്കെ പോകാൻ ഇഷ്ടമുണ്ടെങ്കിൽ ഒന്ന് ജോഗിങ് ഒക്കെ സ്റ്റാർട്ട് ചെയ്യണം. ഒരു ഷൂസൊക്കെ മേടിച്ചിട്ട് ജോഗിങ് ഒക്കെ സ്റ്റാർട്ട് ചെയ്യണം. അല്ലെങ്കിൽ ഏതെങ്കിലും റണ്ണിങ് ക്ലബ്ബിൽ ജോയിൻ ചെയ്യണം. അപ്പം കുറച്ചുകൂടി നന്നായിരിക്കും. അല്ലെങ്കിൽ നിങ്ങളൊരു ജിമ്മിൽ മെമ്പർഷിപ്പ് എടുത്തിട്ട് അതിലേക്ക് പോകണം. ഇനി മാർഷൽ ആർട്സ് താല്പര്യമുള്ളവർക്ക് അങ്ങനെ പോകാം, സുംബ താല്പര്യമുള്ളവർക്ക് അങ്ങനെ ചെയ്യാം. ഏതെങ്കിലും ഒരു വർക്കൗട്ട് നമ്മളുടെ ജീവിതത്തിൻ്റെ ഭാഗമാക്കി നമ്മൾ മാറ്റണം. അതായത് ആരോഗ്യമായിരിക്കണം നമ്മളുടെ ലഹരി, മറ്റൊന്നും നമ്മുടെ ലഹരിയായിട്ട് മാറാൻ പാടില്ല. ആരോഗ്യം ലഹരിയാക്കിയിട്ട് നമ്മൾ നമ്മുടെ ജീവിതത്തിനെ മുന്നിലേക്ക് കൊണ്ടുവരണം എന്നുള്ളത് മാത്രമാണ് എനിക്ക് തരാനുള്ള ഒരു മെസ്സേജ്. ഇത് നമ്മുടെ അത്ലീൻ സ്പോർട്സ് ആൻഡ് ഫിറ്റ്നസ് തിരുവല്ല നൽകുന്ന ഒരു സ്നേഹ സമ്മാനമാണ്. വന്നതിലും കണ്ടതിലും സഹകരിച്ചതിലും ഒരുപാട് നന്ദിയുണ്ട്. ഇനിയും നമുക്ക് വീണ്ടും കാണാമെന്ന് പ്രതീക്ഷിക്കുന്നു. താങ്ക് യു സോ മച്ച്.